we lawyers should be happy that we are born lawyers in India. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എവ്രി ഇയർ യു ഷുഡ് ഹാവ് അണ്ടർഗോൺ സം കൈൻഡ് ഓഫ് എ ട്രെയിനിങ്. നിങ്ങൾക്ക് എല്ലാ ഏരിയാസിലും പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. അതിന് പ്രത്യേക ഇൻഷുറൻസ് എടുക്കണം. ഒരു ലോയറിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് 30 കൊല്ലം ഭയങ്കര കൂടുതലായിട്ടുള്ളൊരു പീരീഡ്. അവൻ്റെ അടുത്ത് പറയുന്നത് എന്താ, നീ അടുത്ത 15 കൊല്ലം ഒരു ജൂനിയറായി പ്രവർത്തിച്ചോളൂ എന്ന. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഈ 15 കൊല്ലത്തിൻ്റെ ആവശ്യമില്ല. ഈ നിയമങ്ങൾ മൊത്തം പഠിപ്പിക്കാനായിട്ട് നടക്കാതെ ഈ നിയമങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് പഠിപ്പിക്കുക. അപ്പോൾ ഒരാൾ നമ്മുടെ ലീഗൽ എയ്ഡ് സെൻറ്ററിലേക്ക് വരിക എന്ന് പറയും. അയാൾക്ക് ആപ്ലിക്കബിളായിട്ടുള്ള നിയമം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള സ്കില്ല് നമ്മൾ ഇയാൾക്ക് ട്രെയിൻ ചെയ്യണം ഈ സ്റ്റുഡൻറ്റിന്. ഈ പ്രോസസ്സാണ് 5 വർഷവും ഈ ലോ കോളേജിൽ നടക്കേണ്ടത്. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് 1500 കോളേജ് ഉണ്ടെങ്കിലും ഫങ്ഷണലായ 50 കോളേജുകളിൽ മാത്രമേ ലീഗൽ എയ്ഡ് സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നുള്ളതാണ് 2024 വന്നൊരു സുപ്രീം കോടതിയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ഈ ബണ്ടിൽ ഓഫ് സ്കിൽസിൽ ഉള്ള ട്രെയിനിങ് ഇഫക്റ്റീവായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരാൾ 5ാമത്തെ വർഷം കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഹി വിൽ ബി എ കംപ്ലീറ്റ് ലോയർ. കംപ്ലീറ്റ് ലോയർ എന്ന് പറയുന്ന ഞങ്ങളുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇറ്റ് വിൽ happen in 2 years. Don't be mistaken that a complete lawyer എന്ന് പറയുന്ന ആള് ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അരച്ചു കലക്കി കുടിച്ച ആളല്ല. അവൻ്റെ എല്ലാ ബില്ലുകളും അവൻ കൃത്യമായി അടയ്ക്കുകയും അവൻ്റെ വീട്ടിൽ ഒരു കാര്യമായ സംഖ്യ വീട്ടിൽ കൊടുക്കുകയും ചെയ്യാൻ ശേഷിയുള്ള ഒരാളിനെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ് ലോയർ. ഈ 2 കൊല്ലത്തിനിടയിൽ അവന് ഏറ്റവും അധികം കേസ് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുക. ദൃശ്യത്തിലൊക്കെ പറഞ്ഞ ആളൊക്കെ ക്ഷണിക്കപ്പെടാതെയല്ല, ക്ഷണിക്കപ്പെട്ട് ഒരു അതിഥി വരുന്നു. ആ വന്ന അതിഥി ആരെന്ന് പറഞ്ഞാൽ ദി ഫാദർ ഓഫ് മോഡേൺ ലീഗൽ എഡ്യൂക്കേഷൻ, NR മാധവ മേനോൻ. He wanted the students of this college to be practicing in various district and high courts and district courts. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. These are the core principles of Professor Menon. One is that don't teach law in the law college. ഈ കോടതികളൊക്കെ തുറന്നു വെച്ചിട്ട് ആർക്ക് വേണേലും കേസ് കൊടുക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്നിവിടെ നിലനിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ പറയുന്ന പെൻഡൻസി ഇത്രയധികം കൂടുന്നത്. പകരം തോറ്റു കഴിഞ്ഞാൽ തോക്കുന്ന ആൾ ആ ജഡ്ജി ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ടൈമിന് മണിക്കൂർ വെച്ച് അതിൻ്റെ കോസ്റ്റും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ പകുതി. Law, for many people it is fear, for some it is power, but for a few it becomes responsibility. Beyond courtrooms and legal systems, law has the power to protect dignity, resolve conflict, and bring justice closer to ordinary lives. Today on Lex Insight, we explore law not just as a profession but as a social mission. Welcome to Lex Insight. Today's guest is a senior legal practitioner, educator, arbitrator, and someone deeply committed to building social, responsible legal education and accessible justice. He has spent decades working not only inside courtrooms but also toward shaping future lawyers and legal awareness for society. Please welcome Advocate Johnson Gomez. Welcome to Lex Insight. താങ്ക് യു. ഒരുപാട് സന്തോഷം സാറിനെ വീണ്ടും നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു ചെയറിൽ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലെസ്സിങ് ആണ്. സാർ, ഈ ലോ ബേസ് ചെയ്ത് അപ്പം ലെക്സ് എന്ന് പറയുന്നൊരു ടെർമിനോളജി തന്നെ ലോ എന്ന് സാറിൻ്റെ കൂടെ കൂടിയതിന് ശേഷമുള്ള ഒരു ഗവേഷണത്തിലാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അതൊരു കഥയാണല്ലോ, ഒരു ചരിത്രമാണല്ലോ അല്ലേ. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 30 ഇയേഴ്സ് അടുപ്പിച്ച് 33 ഇയേഴ്സ് അടുപ്പിച്ചുള്ള സാറിൻ്റെ ജേർണി. 33 വർഷം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 3 decades. ബട്ട് ഇൻ ദിസ് ജേർണി what I've seen is സാറുമായിട്ടുള്ളൊരു ചുരുങ്ങിയ കാലഘട്ടത്തിലുണ്ടായ ഒരു യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് more than an advocate, you're a professor. And more than a professor, you're a great student.
അതുകൊണ്ടാണോ ഈ കുട്ടികളോടൊക്കെ ഇത്രയും താങ്കൾക്ക് അതിയായ സ്നേഹവും ബഹുമാനവും അവരെ രക്ഷിക്കണമെന്നുള്ള ഒരു സൂപ്പർ ചിന്താഗതിയൊക്കെ? എക്സാക്ട്ലി അതല്ല എൻ്റെ കാരണം. ഈ 30 കൊല്ലം ഒന്നും ഒരു ലോയറാകുന്നതിന് ആവശ്യമില്ല എന്ന് ഉള്ള തിരിച്ചറിവ് വളരെ ലേറ്റായിട്ടുണ്ടായി. മനസ്സിലായി. ബേസിക്കലി ഒരു ലോയറിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് 30 കൊല്ലം ഭയങ്കര കൂടുതലായിട്ടുള്ളൊരു പീരീഡാണ്. ഓൾമോസ്റ്റ് റിട്ടയർ ആവേണ്ട സമയം കഴിഞ്ഞു. അതെ അതെ അതെ. ഇവിടെ ഒരു ജനറൽ കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ലോയർ തെളിഞ്ഞു വരണമെങ്കിൽ 15 കൊല്ലം എടുക്കും, അല്ലെ 10 കൊല്ലം എടുക്കും എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫി ലീഗൽ പ്രൊഫഷനിലുണ്ട്. യഥാർത്ഥത്തിൽ അതത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടും തോന്നിയിട്ടുണ്ട്. ബേസിക്കലി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നു, അത് വിജയിക്കുന്നില്ല, വീണ്ടും പരീക്ഷിക്കുന്നു. അങ്ങനെ ഈ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഈ 15 കൊല്ലത്തിൻ്റെ ആവശ്യമില്ല. ക്യാൻ വി ഡു ഇറ്റ് വിതിൻ എ പീരീഡ് ഓഫ് 2 years 3 years? എല്ലാ മേഖലയിലും ബേസിക് നോളജ് ഉള്ള ഒരു ലോയറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു തിരിച്ചറിവാണ് എനിക്ക് ഈ 30 കൊല്ലത്തിനിടയിൽ. കൊല്ലത്തുനിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് വരുന്നു. കൊച്ചിയിലേക്ക് നമ്മൾ വരുന്നു. സാറ് നേരത്തെ എത്തി. വരുന്ന സമയത്ത് നമ്മളൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ലോ ഫോമിനെ പറ്റി ചിന്തിക്കുന്നു. അതെ അതെ. LX Pertiens എന്ന ഒരു ലോ ഫോം രൂപാന്തരപ്പെടുന്നു. അതെ. അപ്പോൾ അതിൽ വളരെ ഈ ദൃശ്യത്തിലേക്ക് പറയുന്ന കണക്ക് ക്ഷണിക്കപ്പെടാതെയല്ല, ക്ഷണിക്കപ്പെട്ട് ഒരു അതിഥി വരുന്നു. അതായിരുന്നല്ലോ നമ്മുടെ ലൈഫിന്റെ ഒരു ട്വിസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്, അല്ലേ? ഞെട്ടിക്കുന്ന ഒരു പ്രോസസ്സ്. ആ വന്ന അതിഥി ആരെന്ന് പറഞ്ഞാൽ ദി ഫാദർ ഓഫ് മോഡേൺ ലീഗൽ എഡ്യൂക്കേഷൻ, അല്ലേ? ദ ഫാദർ. എത്ര പേർക്ക് അറിയാം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ടെണ്ടുൽക്കറിനെയും ധോണിയൊക്കെ അറിയാമെങ്കിലും നമ്മളെ നിയമത്തിന്റെ മോഡേൺ ലീഗൽ സിസ്റ്റം, അല്ലെ, മോഡേൺ ലോയുടെ ഫാദറിനെ എത്ര പേർക്ക് അറിയാം? ദി ഗ്രേറ്റ്, അല്ലെ, ദ ലെജൻഡറി NR മാധവ മേനോൻ. പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്കും അറിയില്ല, അല്ലേ? ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് മേനോൻ സാറിനെ പരിചയപ്പെടുന്നത്. സാധാരണ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും നാട്ടിലേക്ക് തിരിച്ചു പോകും. കാരണം ഫാമിലി നാട്ടിലാണ്, കുട്ടികളൊക്കെ നാട്ടിലാണ്. അപ്പോൾ ഇവിടെ 5 ദിവസം എങ്ങനെയെങ്കിലും താമസിച്ച് തിരിച്ചു പോകുന്ന ഭക്ഷണം കഴിക്കാൻ പല പല പ്രയോജനങ്ങളും ഉണ്ട്. പക്ഷേ ഒരു ശനിയാഴ്ച ഒരു ക്ലയൻറ്റ് വാസ് ഇൻസിസ്റ്റിംഗ്, ഇവിടെ ഞാൻ CJMൻ്റെ കോർട്ടിൽ ഹാജരാകണം, ഹാജരായാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ CJMൻ്റെ കോർട്ടിൽ പോയിട്ട് ഹാജരാകാനായിട്ട് പോയപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അന്ന് കോർട്ട് സിറ്റിംഗ് ഇല്ല. പിന്നെ ഞാനിങ്ങനെ തിരിച്ച് വീണ്ടും ഹൈക്കോർട്ടിൽ വന്ന് ഈ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ ഹൈക്കോർട്ടിൻ്റെ ഓഡിറ്റോറിയത്തിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നു. ജസ്റ്റ് ആക്സിഡൻ്റലായിട്ട് ഞാൻ അതിനകത്ത് കയറി. അപ്പം സാക്ഷാൽ NR മാധവ മേനോൻ അവിടെ നിന്ന് വക്കീലന്മാരുമായിട്ട് ഒരു കോൺവെർസേഷനിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ എങ്ങനെ വേണമെന്ന് വക്കീലന്മാർ സാറിൻ്റെ പ്രതിസന്ധിയുടെ പരിഹാരമാണ് നിൽക്കുകയാണ്. അപ്പം വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം LLB ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് അത് അവരുടെ ഇമാജിനേഷന് പുറത്തുള്ള ഒരു കാര്യമാണ്. എൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ അവരൊക്കെ അടിമപ്പണി എന്നൊന്നും എനിക്ക് പറയാം. അത് എത്ര ഒരു അംഗീകരിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ അല്ല, ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സാധനം പിന്നീട് ഒരു കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ നിർബന്ധിതമായോ അല്ലാതെയോ ഈ സിസ്റ്റത്തിനകത്തില്ല. അപ്പോൾ ഞാനന്ന് ഈ ഒരു ചെറിയ വിദേശ പഠനമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് അവിടുത്തെ ഒരു ഇംഗ്ലീഷ് സിസ്റ്റമൊക്കെ ചെറുതായിട്ടൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനവിടെ ആ വേദിയിൽ വെറുതെ എഴുന്നേറ്റ് നിന്ന് ഞാൻ പറഞ്ഞു, വി ലോയേഴ്സ് ഷുഡ് ബി ഹാപ്പി ദാറ്റ് വി ആർ ബോൺ ലോയേഴ്സ് ഇൻ ഇന്ത്യ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എവ്രി ഇയർ യു ഷുഡ് ഹാവ് അണ്ടർഗോൺ സം കൈൻഡ് ഓഫ് എ ട്രെയിനിങ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഏരിയാസിലും പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല, അതിന് പ്രത്യേക ഇൻഷുറൻസ് എടുക്കണം. അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ മേനോൻ സാറിൻ്റെ കോൺസെപ്റ്റിനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതെന്നുള്ള തരത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു. അത് സാറിന് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. അപ്പം ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സാറിനൊരു
ഒരു കാർഡ് വാങ്ങി. കാർഡ് വാങ്ങിയിട്ട് എനിക്ക് എഴുതുന്ന ഒരു അസുഖമുണ്ട്. എനിക്കറിയാം. അപ്പോൾ രാത്രി ഇരുന്ന് വളരെ ദീർഘമായ ഒരു മെയിൽ അയച്ചു. അപ്പം നമ്മുടെ ഒരു ലോ ഫേം എങ്ങനെ സെറ്റപ്പ് ചെയ്യണം, അങ്ങനെ നമുക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് എഴുതി അയച്ചു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം നിലനിർത്തുന്ന പരിപാടി വളരെ കുറവാണ്. സാറിനെ കണ്ടു, പരിചയപ്പെട്ടു, ഇമെയിൽ അയച്ചു. സാറ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മറുപടി അയച്ചു. ഞാനിവിടെ ചില പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്, നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ അതുമായിട്ട് സഹകരിക്കണം. അപ്പം സാറിൻ്റെ വിളി കാത്ത് നമ്മൾ ഇരിക്കുക, എന്തെങ്കിലും വിളിക്കും. അപ്പം ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നു. അല്ല, അദ്ദേഹം സ്ഥാപനം തുടങ്ങുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളെ ഒരു ഫാക്കൽറ്റി ആയിട്ട് വിളിക്കും. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പം എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ ചില സുഹൃത്തുക്കളെല്ലാം ഒരു ലോ ജേർണലിൽ മേനോൻ സാറിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ അടിയിൽ നിൻ്റെ ഇമെയിൽ ഇതാ കോട്ട് ചെയ്തിരിക്കുന്നു, KL ഹൈക്കോർട്ട് കേസസ് എന്ന് പറഞ്ഞിട്ടൊരു ജേർണലുണ്ട്, കേരള ഹൈക്കോർട്ട് കേസസ്, അതിനകത്ത് അടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് വായിച്ചപ്പം ഐ വാസ് ജസ്റ്റ് സർപ്രൈസ്ഡ്. ആൻഡ് പിന്നീട് ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കാണണം എന്നുള്ള ഒരു താല്പര്യം എനിക്ക് തോന്നി. അന്ന് ഷൈൻ നമ്മൾ ഒരുമിച്ചുണ്ട്. അപ്പം ഞാൻ ഷൈൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു മനുഷ്യനുണ്ട്, ഇദ്ദേഹം ഒരു വലിയ സംഭവമാണ്. അദ്ദേഹം പക്ഷേ കേരളത്തിലല്ല അദ്ദേഹത്തിൻ്റെ ഏരിയ. നമുക്കതിനെക്കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അധികം അറിയില്ല. എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ള കാര്യങ്ങളാണ് എന്നുള്ള തരത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അന്നത്തെ ഒരു ഫീഡ്ബാക്ക്. നമ്മുടെ നാഷണൽ ലോ സ്കൂളിന്റെ അതെ, നമുക്ക് വളരെ ലിമിറ്റഡ് ഇൻഫർമേഷനേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ എൻ്റെ ഒരു ഇമെയിലിനെ സീരിയസ് ആയിട്ട് പരിഗണിച്ചല്ലോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇതായിപ്പോൾ. അപ്പോൾ ഷൈൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, മാധവ മേനോൻ സാറിനെ എനിക്കിങ്ങനെ ഒരു പരിചയമുണ്ട്, ഇങ്ങനെ ഒരു ഇമെയിൽ കഥയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഷൈൻ പിന്നെ ചരിത്രമായിരുന്നു. മഹാൻ നമ്മുടെ ഓഫീസിലേക്ക് നടന്നു കയറി വരുന്നു. റെഡ് കാർപ്പറ്റ് സെറമണി. പക്ഷേ സാർ ഇതിനകത്ത് NR മാധവ മേനോൻ സാർ നമ്മളെ ഫാമിലിയിലേക്ക് വരികയാണ്, നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. സാറിനെ ഒരു പുത്രവാത്സല്യത്തോടുകൂടി ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട് സാറിനെ തന്നെ സാറ് പോലും അറിയാതെ ഒരു അധോലോകമായി മാറുന്നു. സാറ് പോലും അറിയാണ്ട് സാറിൻ്റെ ഒരു മെൻറ്റർ, ഒരു ഗുരുസ്ഥാനത്തിലേക്ക് വളരെ ആധികാരികമായി വന്നു ചേരുകയാണ്. അവിടെ പിന്നെ ഉണ്ടാവുന്നതെല്ലാം പിന്നെ നമ്മൾ ഈ കംപ്ലീറ്റ് ലോയറിങ്, അതായത് സ്റ്റുഡൻസ് ഈ സാർ പറഞ്ഞാണെങ്കിൽ LLB പഠിച്ചിറങ്ങുന്ന വ്യക്തിത്വങ്ങൾ മാനസികമായി അനുഭവിക്കുന്ന ഒരു വർക്ക് പ്രഷർ, അതിനെ എങ്ങനെ റിഡ്യൂസ് ചെയ്യാം, അവരെ എങ്ങനെ ഒരു പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവരാം, അവർക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു പ്ലാനിങ് കൊടുക്കാം, അവരെ എങ്ങനെ പ്രോപ്പറായിട്ട് ഫ്യൂച്ചറിലേക്ക് പ്രസൻറ്റ് ചെയ്യാം. ദെയർ ബിക്കംസ് ദ പ്രോജക്റ്റ് കംപ്ലീറ്റ് ലോയർ. അതെ, പ്രോജക്റ്റ് കംപ്ലീറ്റ് ലോയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രൊഫസർ മേനോനുമായിട്ട് ഒരിക്കലും മേനോൻ സാറോട് ഒരിക്കലും അങ്ങനെ ദീർഘമായി ലോയെ പറ്റിയിട്ടൊരു കോൺവെർസേഷൻ നടത്തിയിട്ടില്ല. ഞങ്ങൾ ചില പരിപാടികളൊക്കെ ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യും. സാറിന് എൻ്റെ ക്വാളിഫിക്കേഷനിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ഹാവ് എ PG diploma from UK college. Then I am the fellow of Chartered Institute. അപ്പോൾ സാർ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പം ഈ ആർബിട്രേഷൻ ഒരു നല്ല മേഖലയാണ്, ഇതിനകത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അധികം ഇല്ല എന്നൊക്കെ സാറിൻ്റെ ഇൻറ്റേർണൽ റിസർച്ചസിൽ സാറിന് മനസ്സിലായിട്ടുണ്ടാവും. പലർക്കും സർ മീഡിയേഷൻ, ലിറ്റിഗേഷൻ, ആർബിട്രേഷൻ ഇതിൻ്റെ ഡിഫറൻസ് തന്നെ പലർക്കും അറിയത്തില്ല. അപ്പോൾ മേനോൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മേനോൻ സാറിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങുന്നത് സാറിൻ്റെ മരണത്തിന് ശേഷമാണ്. മരണത്തിന് ശേഷം മരണം ഒരു വലിയ ഷോക്കായിരുന്നു. വി ട്രാവൽ ടുഗെദർ ഫോർ സംതിങ് ലൈക്ക് 1218 days. I can remember the number of days that we traveled. പക്ഷേ ഈ ജേർണിയുടെ സമയത്ത് അദ്ദേഹം വളരെ സൈലൻ്റായിട്ട് എനിക്കൊരു എന്നിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഐ കുഡ് നോട്ട് സിറ്റ് ഐഡിൽ. സാറ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഞാൻ കാണുന്നത് സാറിൻ്റെ അച്ഛൻ്റെ മരണം. അതെ, അത് കഴിഞ്ഞ ഉടനെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇത് രണ്ടും കഴിഞ്ഞപ്പം ദെൻ ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് അബൌട്ട് ദ ഫിലോസഫി ഓഫ് പ്രൊഫസർ മേനോൻ.
അപ്പം അതിനകത്തുനിന്ന് ചില ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഐ ഗ്യാതേർഡ്. വി ഹാഡ് എ മെമ്മോറിയൽ ഇൻ ഡൽഹി. അവിടെ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പം സാറിൻ്റെ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഡോക്ടർ മനോജ് കുമാർ, അദ്ദേഹം ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ അഡീഷണൽ സെക്രട്ടറി ലോ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഓർഗനൈസ് ചെയ്ത ഒരു ഇവൻ്റായിരുന്നു. ആ ഇവൻറ്റിന് ഞാൻ പങ്കെടുത്തു. അതിനുശേഷം അങ്ങനെ പല അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ് ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പം പ്രൊഫസർ മേനോൻ്റെ ഒരു ജേണി ഉണ്ട്. പ്രൊഫസർ മേനോൻ 1986 ആണെന്ന് തോന്നുന്നു നാഷണൽ ലോ സ്കൂൾ സ്ഥാപിക്കുന്നത്. അന്ന് നാഷണൽ ലോ സ്കൂൾ സ്ഥാപിക്കുന്നത് ഒരു ജസ്റ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് സ്റ്റഡി. He wanted the students of this college to be practicing in various district and high courts and district courts. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്നെനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പിന്നീട് 2010 ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ലോ സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഇപ്പം ഐ വിൽ ബി ഡൂയിങ് സംതിങ് ലൈക്ക് ടെക്നോളജി, അതേമാതിരത്തെ കാര്യങ്ങൾക്ക് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതിയായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഇദ്ദേഹം ഒരു റിട്ടയർമെൻറ്റ് മോഡിൽ നിൽക്കുന്ന സമയത്താണ്. അന്ന് പുള്ളി ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനിലാണ് അദ്ദേഹത്തിൻ്റെ ഫോക്കസ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിയ 1-2 ഫാക്ടേഴ്സാണ്. ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ബിലീഫ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, it doesn't require 15 years to make a lawyer. It can be done much earlier എന്നുള്ള എൻ്റെ ഒരു തോന്നൽ എനിക്ക് ഓരോ പീരീഡ് ഉണ്ടായി. മേനോൻ സാറിന് വളരെ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. കാരണം കാലത്തിന് മുമ്പ് സഞ്ചരിച്ചൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മളെ പറ്റി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഫ്രണ്ട് പേജിൽ എഴുതുകയാണ് അല്ലേ, എക്സ്പോർട്ടിംഗ് ആൻഡ് സിംപ്ലിഫൈങ് ദി പ്രോസസ് ഓഫ് കോമൺ ലിറ്റിഗേഷൻസ്. അതുപോലെ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നടക്കുന്നത് ഇന്ന് ഒരുപാട് കുട്ടികൾ എത്ര കോളേജസ് കാണും സാർ ഓവറോൾ LLB? Maybe 1500 കോളേജസ് ഇന്ന് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങാം. ഇന്ത്യയിൽ ലീഗൽ ഇഷ്യൂസ് എല്ലാ ദിവസവും ഉണ്ടാവും. കെട്ടിക്കിടക്കുന്ന 1000 കേസുകളുണ്ട് അല്ലേ. ഇതിനെല്ലാം സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഫോമുല 1500 സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്താൽ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് കോമൺ ലിറ്റിഗൻസിലേക്ക് എത്തുമോ ഇല്ലയോ? അല്ല, ഇത് നമുക്കൊന്ന് തിരിച്ചാലോചിച്ചാൽ മതി. തിരിച്ചാലോചന നമ്മൾ ഭരണഘടനയുടെ പ്രിയാമ്പിൾ, അതിൻ്റെ ഫേസ് അതാണ്. അതിനകത്ത് പറയുന്നത് എന്താ? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നീതി, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, വി വിൽ പ്രൊവൈഡ് ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ടു ഓൾ. ഓൾ എന്ന് പറഞ്ഞാൽ 1.4 ബില്യൺ പോപ്പുലേഷന് കൊടുക്കണം. ഹൂ ഈസ് ഗോയിങ് ടു ഗിവ് ദിസ്? The students who are going to come out of these colleges are going to render justice to this entire population. നമുക്ക് ആരോഗ്യം പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നീതി. അപ്പോൾ ആ നീതി കൊടുക്കാനായിട്ടുള്ള മാർക്കറ്റ് നമ്മൾ ആ തരത്തിൽ ആലോചിച്ചാൽ ഇറ്റ് ഈസ് ഫോർ 1.4 ബില്യൺ പോപ്പുലേഷൻ. ഈ 1.4 ബില്യൺ പോപ്പുലേഷന് നീതി കൊടുക്കാനായിട്ട് ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ഫെസിലിറ്റി ഉണ്ടോ? ഇല്ല, അബ്സല്യൂട്ട്ലി നോട്ട്. അപ്പം ഇതിനൊക്കെ ഒരു ആൻസറാണ് പ്രൊഫസർ മേനോനുമായിട്ടുള്ള യാത്രയിൽ വി സ്റ്റാർട്ടഡ് ടു റിയലൈസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫിലോസഫി. ഐ ക്യാൻ സമ്മറൈസ് ഹിസ് ഫിലോസഫീസ് ഇൻ ടു ഒരു 4-5 പോയിന്റിൽ എനിക്ക് സമ്മറൈസ് ചെയ്യാനായിട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഡു നോട്ട് നോ വെദർ ഇറ്റ് ഇസ് ഫുള്ളി കറക്റ്റ് ഓർ നോട്ട്, but still I believe that these are the core principles of Professor Menon. One is that don't teach law in the law college. One is that don't teach law in the law college. Yes. Okay. The second one is assist the student to find the law. Assist the student to find the law. Yes. Okay. Number 2. Yes. Okay. Number 3 is that once he find the law, try assist him to interpret the law. Okay, once he find the law, assist him to interpret the law. Yes. Okay. അടുത്തതെന്ന് പറഞ്ഞാൽ
lawyering requires a bundle of skills, Lawyering requires a bundle of skills. maybe 14 skills. Okay. 14 skills have been identified. Okay. ഒരാൾ വന്നിരുന്ന് നമ്മളോട് ഒരു ഗ്രീവിയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വയ്ക്കുക. Okay. ആ ഗ്രീവിയൻസിനകത്ത് നമുക്ക് റിലവൻ്റ് ആയതും റിലവൻ്റ് അല്ലാത്തതുമായ കാര്യം ഈ സംസാരത്തിനിടയിൽ നമ്മൾക്ക് വേർതിരിച്ചെടുക്കണം. അതൊരു സ്കില്ലല്ലേ? ആണ്. അതേപോലെ നമുക്കൊരു 14 സ്കിൽസ് ഐഡൻറ്റിഫൈഡ് ആണ്. ഈ ബണ്ടിൽ ഓഫ് സ്കിൽസിൽ ഉള്ള ട്രെയിനിങ് ഇഫക്റ്റീവായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരാൾ 5-ാമത്തെ വർഷം കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഹി വിൽ ബി എ കംപ്ലീറ്റ് ലോയർ. ദിസ് ഈസ് മൈ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് Professor Menon's teaching. There may be different other interpretations for that. സാറുമായിട്ടുള്ള ഒരു കുറച്ചു കാലത്ത് സഹവാസത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം ഈ പറയുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സാർ ഈ പറഞ്ഞ 14 സ്കിൽസ് ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്ത് വരത്തക്ക രീതിയിലുള്ള അവരൊരു കംപ്ലീറ്റ് ലോയറിംഗ് ഗ്രൂമിംഗ് പ്രോഗ്രാം മേനോൻ സാറിൻ്റെ ഡ്രീം അതിവിടെ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്പർ 2, ഇപ്പം നമുക്ക് ലീഗൽ എയ്ഡ് സെൻറ്റേഴ്സ് വന്നാൽ, ഇപ്പോൾ ലീഗൽ എയ്ഡ് സെൻറ്റേഴ്സ് പോലത്തെ അത് ഓൾറെഡി ഇതിനകത്ത് ഉള്ളതാണ് ഓരോ കോളേജസിലും അല്ലേ, ഓരോ ലീഗൽ എയ്ഡ് സെന്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധാരണക്കാർക്ക് അതെങ്ങനെയാണ് സാർ ആ ലീഗൽ? അല്ല, ഇതിനകത്തൊരു ഈ സാധാരണക്കാരന് നീതി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമൊന്നും ആരും നടത്താനായിട്ട് ശ്രമിക്കണ്ട. ഈ മന്ത്രിമാരുടെ മുമ്പിൽ നിവേദനവും കൊണ്ട് അതെ, ഇതിനെല്ലാം കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഒന്ന്, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പ്രൊഫസർ മേനോൻ എന്താ പറഞ്ഞേ? ഡോണ്ട് ടീച്ച് ദം ലോ, അസിസ്റ്റ് ദം ടു ഫൈൻഡ് ദ ലോ, ആൻഡ് വൺസ് ദേ ഫൈൻഡ് ദ ലോ അസിസ്റ്റ് ദം ഇൻ ഇന്റർപ്രറ്റിംഗ് ദ ലോ. ഓൾറെഡി ലോ ഉണ്ട്, അത് കണ്ടുപിടിച്ചാൽ മതി. അല്ല, ഒരാൾ ഈ ലീഗൽ എയ്ഡ് സെന്ററിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. അയാളുടെ പ്രശ്നം നമ്മുടെ CPC നോക്കിയിട്ടൊന്നും അല്ല ആൾക്കാർ തർക്കത്തിലോ പ്രശ്നങ്ങളിലോ ഒക്കെ പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നിയമപുസ്തകം നോക്കിയിട്ടൊന്നും അല്ല ഒരു തർക്ക വിഷയങ്ങളിലൊന്നും പെടുന്നത്. അവർക്ക് ഒരു തർക്കത്തിലാണ് അവർ വരുന്നത്. ആ തർക്കത്തിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിനകത്തൊരു ഇമോഷണൽ കണ്ടന്റ് ഉണ്ടാവും. എൻ്റെ ചേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പം ഒരു പ്രശ്നമായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ വരുന്നത്, എൻ്റെ മകളുടെ കല്യാണം നടക്കുന്നില്ല, അതിനെന്തെങ്കിലും ഒരു സഹായം കിട്ടുമോ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ആൾക്കാർക്ക് ജോലി ട്രാൻസ്ഫർ അതായിരിക്കും, പല പല പ്രശ്നങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഒരാൾ നമ്മുടെ ലീഗൽ എയ്ഡ് സെൻറ്ററിലേക്ക് വരിക എന്ന് പറയുക, അയാൾക്ക് ആപ്ലിക്കബിളായിട്ടുള്ള നിയമം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള സ്കില്ല് നമ്മൾ ഇയാൾക്ക് ട്രെയിൻ ചെയ്യാണ് ഈ സ്റ്റുഡൻറ്റിന്. ഇത് കോളേജസിനകത്താണ് അത് കൊടുക്കണം. അതാണ് പ്രൊഫസർ മേനോൻ്റെ കോൺസെപ്റ്റ്. അതാണ് അവിടെ ഇയാൾ നിയമം എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മളൊരു റൂൾ ഓഫ് ലോ ഫോളോ ചെയ്യുന്ന രാജ്യമാണല്ലോ. അപ്പം നമ്മളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് അനുകൂലമായിട്ട് ഈ പർട്ടിക്കുലർ നിയമം എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതിന് 2-ാമത്തെ പാർട്ടിൽ നിങ്ങൾക്ക് അനുകൂലമല്ല നിയമം എന്ന് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഒരു നല്ല കാര്യമാണ്. അദ്ദേഹം അതുകൊണ്ട് അവസാനിപ്പിച്ച് അദ്ദേഹം മറ്റ് മാർഗങ്ങൾ തേടിപ്പോയിക്കോളും. മനസ്സിലായി. ഇതിന് ശേഷം ആവശ്യമായി വരികയാണെന്നുണ്ടെങ്കിൽ ആ നിയമം ഇയാൾക്ക് അനുകൂലമായി ഇൻ്റർപ്രറ്റ് ചെയ്ത് ആവശ്യമായ കടലാസുകൾ അധികാരികൾക്ക് കൊടുക്കുക, അതിന്റെ തെളിവുകളെല്ലാം ശേഖരിച്ച് ഇത് കൊടുക്കുക. ഈ പ്രോസസ്സാണ് 5 വർഷവും ഈ ലോ കോളേജിൽ നടക്കേണ്ടത്. അതായത് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി ഒരു മെഡിക്കൽ കോൺസെപ്റ്റ് പഠിച്ചാൽ അടുത്ത ദിവസം അത് ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിന് അത് നേരിട്ട് പ്രാക്ടീസ് ചെയ്യാനോ കാണാനോ ഉള്ള അവസരമുണ്ട്. ലോ കോളേജിൽ ഇതില്ല. നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് കേസ് നടക്കുന്ന സമയത്ത് ജൂനിയറിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലേ, നീ ഇത് കണ്ടുപഠിച്ചോ, ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോവാണ്. ഇടയിൽ സർ ഒരു ഡൗട്ട് ഉണ്ട്, നീ വീട്ടിൽ പോടെ. സോ ബേസിക്കലി അപ്പം ഇതിനകത്ത് 2 കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഇൻവോൾവ് ആണ്. ഈ ആളിൻ്റെ നീതി സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രോസസ്സ് ഈ സ്ഥാപനത്തിനകത്ത് ഇനിഷ്യലി നടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെയാണ് എല്ലാത്തിനും കുറ്റം പറയുന്നത്.
രാഷ്ട്രീയക്കാരുടെ അടുത്താണ് എല്ലാ പരാതികളുമായിട്ട് ആളുകൾ ഒരു ശരാശരി സാധാരണക്കാരൻ ഞാനിപ്പോ ഒരു പരാതിയായിട്ട് രാവിലെ മന്ത്രിയെ കാത്തു നിൽക്കുകയാണ്. അതെ അതെ നിവേദനം കൊടുക്കും, ഒരു 100 നിവേദനം കാണും. അതെ അതെ ഇതെല്ലാം തുറന്നു നോക്കാൻ മന്ത്രിക്ക് ഒരു പക്ഷേ സമയം ഉണ്ടായെന്ന് വരില്ല. അതല്ലേ സാർ ഉദ്ദേശം? ഇതെടുത്ത് PAയിലേക്ക് കൊടുക്കും. അതിൽ എത്ര നിവേദനം നോക്കി എത്ര നിവേദനം നോക്കിയില്ല നമുക്കറിയില്ല. PAയുടെ കോമ്പിറ്റൻസ് ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഞാൻ വീണ്ടും പറയുന്നു, റൂൾ ഓഫ് ലോ ഉള്ള രാജ്യമാണ്, ഭരണഘടനയുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നിയമമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ റൂൾസ് ഉണ്ട്. അങ്ങനത്തെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ മനുഷ്യനുമായിട്ട് ദീർഘനേരമുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് നീതി കിട്ടാനുള്ള സാധ്യത എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. അത് ഈ കുട്ടിയുടെ ഒരു ട്രെയിനിങ് ആണ്, ഈ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ട്രെയിനിങ് ആണ്. ഇത് കണ്ടുപിടിക്കൽ എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ആണ്. അദ്ദേഹം ഇത് കൊടുക്കേണ്ട ആൾക്കൊരു പരാതിയായി തയ്യാറാക്കി കൊടുക്കുന്നു എന്ന് വയ്ക്കുക. ആ അധികാരി അതിനകത്ത് ആക്ട് ചെയ്യുന്നില്ല എന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ മേളിലത്തെ അധികാരിക്ക് ഇതിനെ സംബന്ധിച്ചൊരു പരാതി കൊടുക്കുക. ഇത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ നമ്മൾ പഠിച്ചു, ദിവസവും പഠിക്കുന്ന ഒരു സാധനമാണ്. ഇത് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ റിട്ട് ഓഫ് മാൻഡമസ് എന്ന് പറഞ്ഞ ചെറു റിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സഹായം ഈ കുട്ടിക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാം. ഈ പ്രോസസ്സിൽ ഓട്ടോമാറ്റിക്കലി ഇയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ പഠിക്കുകയാണ്. ഈ ഓട്ടോമാറ്റിക്കലി പഠിക്കുക. അത് മാത്രമല്ല സാർ, ഇപ്പൊ ലോ അവർ പഠിക്കുന്ന കൂടാണ്ട് കോമൺ ലിറ്റിഗൻസിന് ഒരു പരിധി വരെയും, കാരണം ഈ ഡോക്യുമെന്റ് നേരെ ലീഗൽ എയ്ഡ് സെന്ററിലേക്ക് ചെല്ലുന്നു അല്ലേ? അപ്പൊ അവിടെ ഒരു ടീം അത് സെറ്റ് ആവുന്നു. എത്രത്തോളം നിവേദനങ്ങൾക്ക് അല്ലേ ഒരു മന്ത്രിക്ക് തന്നെ പരിഹാരം കൊടുക്കാൻ പറ്റും. ഒബ്വിയസ്ലി ഈ പൊളിറ്റീഷ്യൻസ് ഈ ലോ സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. പ്രൊഫസർ മേനോൻ ഇതിനൊരു കോൺസെപ്റ്റായിട്ട് അവതരിപ്പിച്ചിരുന്നത് കമ്മ്യൂണിറ്റി ലോയറിംഗ് എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു കമ്മ്യൂണിറ്റി ലോയർ ആകുന്നതിന് LLB ഡിഗ്രിയുടെ ആവശ്യമില്ല. മനസ്സിലായി. ഒരു പ്രീ ഡിഗ്രിയോ എഴുതാനൊക്കെ അറിയാവുന്ന ഒരാൾ ക്യാൻ എൻറോൾ ആസ് എ കമ്മ്യൂണിറ്റി ലോയർ. ഈ കമ്മ്യൂണിറ്റി ലോയറുടെ പ്രവൃത്തി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഫിഷർമെൻ, അവർക്കൊക്കെ വേണ്ടിയിട്ട് സർക്കാരുകൾ ധാരാളം സ്കീംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്കീംസ് അപ്ലൈ ചെയ്യുന്നതിന് നമ്മളൊരു അക്ഷയ സെൻറ്ററിൽ പോയി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് ഉപരി ഇത് റിജക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അടുത്ത നടപടി എന്താണ്, അതിനടുത്ത നടപടി എന്താണ്, അതിൻ്റെ ഫോളോ അപ്പ് എന്താണ് എന്ന തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് ചെയ്യാൻ ഈ കമ്മ്യൂണിറ്റി ലോയർക്ക് സാധിക്കും. അതിന് LLB ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു മിനിമം ട്രെയിനിങ് ഉണ്ടായാലും സാധിക്കും. രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ്, അല്ല അതിന് മുമ്പ് അങ്ങനത്തെ ട്രെയിനിങ് ഇവിടെ അവൈലബിൾ ആണോ? നോ. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് 1500 കോളേജ് ഉണ്ടെങ്കിലും ഫങ്ഷണലായ 50 കോളേജുകളിൽ മാത്രമേ ലീഗൽ എയ്ഡ് സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നുള്ളതാണ് 2024 വന്നൊരു സുപ്രീം കോടതിയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എല്ലായിടത്തും നിർബന്ധമായും ലീഗൽ എയ്ഡ് സെൻറ്റേഴ്സ് വേണം, പക്ഷെ അതിനകത്ത് 50 എണ്ണമേ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു സാധാരണക്കാരെന്ന രീതിയിൽ മനസ്സിലാക്കുന്നത് 1500 കോളേജസിൽ 1500 ലീഗൽ എയ്ഡ് സെൻറ്റേഴ്സ് വന്നാൽ ഈ പറയുന്ന 1.4 ബില്യൺ പീപ്പിളുള്ള ഇന്ത്യ എന്നുള്ള രാജ്യത്ത് അവർക്ക് കിട്ടേണ്ട ജസ്റ്റിസിന്റെ റേഷ്യോ റൈറ്റ്സിനെ കുറിച്ചിട്ട് ഇതിനെക്കുറിച്ച് പ്രൊഫസർ മേനോൻ പറയുന്നുണ്ട്. പ്രൊഫസർ മേനോൻ്റെ ഒരു സ്പീച്ച് നമ്മുടെ തന്നെ ഒരു പ്രോഗ്രാമിന് അദ്ദേഹം വന്ന് സംസാരിച്ചത് ഷൈൻ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇന്ത്യയിലെ മുഴുവൻ ജഡ്ജിമാരുടെ എണ്ണം, പിന്നെ വക്കീലന്മാരുടെ എണ്ണം, എന്നിട്ട് അന്ന് അദ്ദേഹം 1.2 ബില്യൺ പോപ്പുലേഷൻ ആൻഡ് ഹാഫ് ദ പോപ്പുലേഷൻ ഡു നോട്ട് നോ വൈ ദ കോർട്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. അതാണ് ഇന്ത്യയിലെ സിറ്റുവേഷൻ. പ്രൊഫസർ മേനോൻ സങ്കടപ്പെടുന്ന ഒരു സ്പീച്ച് ഉണ്ട്, എനിക്ക് തോന്നുന്നു യു വിൽ റിമെമ്പർ ദാറ്റ്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഹാഫ് ദ പോപ്പുലേഷൻ ഡസ് നോട്ട് നോ why courts are established unless a police officer takes some actions against him. He doesn't know what is the relevance of a court. That is the most unfortunate thing that India is currently experiencing. അവിടെയാണ് നമ്മൾ 1500 കോളേജിൽ നിന്ന് ലോ കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവൻ്റെ അടുത്ത് പറയുന്നത് എന്താ, നീ അടുത്ത 15 കൊല്ലം ഒരു ജൂനിയറായി പ്രവർത്തിച്ചോളൂ എന്നാ. എന്താ നമ്മൾ അങ്ങനെ പറയാൻ കാരണം? ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ്. ഇംഗ്ലണ്ടിൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ ആകെ 5 കേസാണ് ഒരു ദിവസത്തേക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. കേരള ഹൈക്കോർട്ടിൽ ഒരു ജഡ്ജ് കുറഞ്ഞത് 200-250 കേസ് ദിവസം കൈകാര്യം ചെയ്യുന്നുണ്ട്.
ഈ ഡിഫറൻസ് മനസ്സിലാക്കാതെ ആ സിസ്റ്റം നമ്മൾ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കരമായ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇവിടെ വി റിക്വയർ അവർ ഓൺ സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് ഉണ്ടാവുമെന്ന പ്രതീക്ഷ, സൊല്യൂഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത മേനോൻ സാറിൻ്റെ വിഷൻ. അതെ. ഇറ്റ്സ് an interesting conversation. We'll be continuing after a short break. This is Lex Insight, and you are in conversation with Advocate Johnson Gomez. Stay tuned. Welcome back. You are in conversation with Advocate Johnson Gomez, and this is Lex Insight. Would it be fair to say that the biggest problem today is not the lack of justice, but the lack of understanding justice? Yes. Definitely it's a question of access of justice. ആക്സസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ശരിക്കും അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവാണ്. ഞങ്ങളുടെ ഓർഗനൈസേഷൻ, ഇറ്റ്സ് കോൾഡ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ലോയർ ഫൗണ്ടേഷൻ, വി ഹാവ് ഡൺ എ സ്റ്റഡി. We found that central government has allocated 3,000 crores for a particular program called Blue Revolution. Blue Revolution. Blue Revolution. Okay. ഇന്ന് ലോകം മുഴുവൻ കടലിലേക്ക് നോക്കണം, അല്ലെങ്കിൽ ബ്ലൂ ഇക്കോണമി, ബ്ലൂ റെവല്യൂഷൻ എന്നൊക്കെ പറയുന്ന ഇതിന് വേണ്ടിയിട്ട് 3,000 crores of rupees is set apart. And basically fishermen are one of the important stakeholders. I do not know how many fishermen could ever place a stake in this particular program of the central government. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജഭരണം കഴിഞ്ഞു. നൗ വി ഹാവ് എ റൂൾ ഓഫ് ലോ. ഒരു ഫെഡറൽ സ്ട്രക്ചറാണ് വർക്ക് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് വിൽ ഓഫർ യു എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഷെയർ ഓഫ് their contribution. Then the remaining share should either come from the state government or from the beneficiary. അപ്പോൾ ഈ പണം കിട്ടണമെങ്കിൽ you need to have a structure, like an organization. It may be a company, it may be a partnership firm, it may be some kind of a, പിന്നെ ഇതിൻ്റെ എല്ലാ റെഗുലേറ്ററി സംഗതികളും നമ്മൾ കംപ്ലൈ ചെയ്യണം. GST, പാൻ, ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും കംപ്ലൈ ചെയ്യണം. ഇത് കംപ്ലൈ ചെയ്ത് ഉള്ള പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനുമായിട്ട് ഇനി ബാക്കി വരുന്ന പണത്തിന് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ടും കൂടെ ഓഫർ ചെയ്യുമ്പോൾ മാത്രമേ ആ പണം റിലീസ് ആവത്തുള്ളൂ. ഇത് 3,000 crore കിട്ടാനായിട്ടുള്ള ഒരു ഷെയർ, മേ ബി ടു ബൈ എ ബോട്ട്, maybe to buy something else, or a tourism project, something like that, near the seas in India. ഇതായിരിക്കും ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക്. അപ്പോൾ ഇത് വാങ്ങിച്ചെടുക്കണമെങ്കിൽ യു നീഡ് ടു ഹാവ് ദി അസിസ്റ്റൻസ് ഓഫ് എ ലോയർ. ഈ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം നമ്മളുടെ ഈ പറയുന്ന ലീഗൽ എയ്ഡ് സെൻറ്റേഴ്സ് ഇതൊരു ഫെസിലിറ്റേഷൻ സെൻ്ററായി മാറിയാൽ, ഒരു സ്റ്റുഡൻറ്റ് കോർപ്പറേറ്റ് ലോ പഠിക്കുന്നുണ്ട്, അവന് ഒരു കമ്പനി ഉണ്ടാക്കാൻ അറിയണം, അവനത് ഇത് ചെയ്യുന്നു, റെഗുലേറ്ററി സ്റ്റാറ്റ്യൂട്ട്സ് എല്ലാം അവൻ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രയോഗിക്കാനായിട്ട് അവന് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ പാവപ്പെട്ട ഫിഷർമാനെ ഇയാൾക്കൊന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അവന് ഒരു ഒന്നാം തരം ക്ലയൻറ്റിനെ കിട്ടി. കാരണം സാറ് പറയുന്ന ഒരു കോമൺ മാൻ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ അക്ഷയ സെൻറ്റേഴ്സ് ഇവിടെ പലയിടത്തും, അക്ഷയ സെൻറ്റേഴ്സ് പല അക്ഷയ സെൻറ്ററുകളിലും വിസിറ്റ് ചെയ്യുമ്പം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ, അവർക്കൊരു സർവീസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം അവർ ഫുള്ളി ക്ലൗഡഡ് ആണ്. ആ ലേഡി രാവിലെ 8 മണിക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ ഫുള്ളി ക്ലൗഡഡ്. അപ്പോൾ അവരുടെ പേഷ്യൻസ് കംപ്ലീറ്റ് പോയി അവർ ഇംപേഷ്യൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പേപ്പറായാലും ശരി 12:30 1 മണിയാകുമ്പോൾ അവരിനി ആര് നിൽക്കുന്നോ എന്ന് നോക്കത്തില്ല. അപ്പോൾ ജനങ്ങൾ അവിടെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നേ കാണുന്നുണ്ട്. സാർ ഒരു കോമൺ മാൻ എന്ന രീതിയിൽ ഇപ്പം നമ്മളുടെ ഫിഷിംഗ് ബോട്ട്സ് അല്ലെ, നമ്മുടെ ഫിഷർമാൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഹ്യൂജ് ആണ് കേരളത്തിലെ കാര്യം. ഈ ഹ്യൂജ് സൊസൈറ്റിയിൽ പലരും നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു ഫുള്ളി എഡ്യൂക്കേറ്റഡ് ആയിരിക്കണമെന്നില്ല. അവർക്ക് ഈ പേപ്പർ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പേടിയാണ്. ശരിയാ. ഈ മാരിടൈം ലോ, അതേപോലെ സ്പേസ് ലോ, സ്പോർട്സ് ലോ എന്ന് തന്നെ തിരിച്ചറിവുകളുണ്ടോ എന്ന് തന്നെ സംശയമാണ്.
എല്ലാത്തിലും ഒരു വക്കീല, കറുത്ത കോട്ടിട്ട ഒരു വക്കീല്. പുള്ളി ചിലപ്പോൾ ക്രിമിനൽ ലോയർ ആയിരിക്കും. പേര് എപ്പോഴെങ്കിലും പത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ചെല്ലും എൻ്റെ കല്യാണത്തിൻ്റെ കേസ് കൂടെ നോക്കണം. ഇങ്ങനെ ജനങ്ങൾക്ക് ഇതിനൊരു മാരിടൈം ലോ ഉണ്ട്, കടൽ സംബന്ധമായി. ഇപ്പൊ ആകാശ സംബന്ധമായി സ്പേസ് ലോ ഉണ്ട്, സ്പോർട്സ് സംബന്ധമായി സ്പോർട്സ് ലോ ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ലീഗൽ എയ്ഡ് സെന്റർ ഉണ്ട്. എനിക്കിതിനെപ്പറ്റി വിവരവും വിജ്ഞാനവും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ചെന്ന് ചോദിക്കുന്ന മോനേടാ ഇങ്ങനെ എനിക്കൊരു ബോട്ട് വാങ്ങിക്കണം, സെൻട്രൽ ഗവൺമെന്റ് ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പേപ്പർ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അദ്ദേഹം സ്റ്റുഡൻ്റ് ആണ്, LLB സ്റ്റുഡൻ്റ് ആണ്. സാറ് പറഞ്ഞൊരു വിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടുകാരന് ചെയ്തു കൊടുക്കുമ്പോൾ അവൻ 5 പേർക്ക് കണക്ട് ചെയ്യും. തീർച്ചയായിട്ടും അല്ലേ? 5 ക്ലയന്റിനെ പഠിച്ചിറങ്ങുമ്പോഴേ സമ്പാദിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു സ്റ്റുഡന്റിന്റെ ഫ്യൂച്ചറാണ് സാർ സ്ട്രക്ചർ ചെയ്യുന്ന മേനോൻ സാറിന്റെ വിഷനെ പറ്റി ഇവിടെ സംസാരിക്കുന്നത്. എക്സാക്ട്ലി. ഇതിനകത്ത് ഒരു രസകരമായ ഒരു 1-2 ആസ്പെക്ട്സ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ ലീഗൽ എയ്ഡ് സെൻറ്റേഴ്സിന് ഫങ്ഷണൽ അല്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഫങ്ഷണൽ അല്ലാത്തതിൻ്റെ കാരണം ബേസിക്കലി ഈ ലോ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം അക്കാഡമിഷ്യൻസാണ്. അവിടെ ലോയേഴ്സ് അല്ല പഠിപ്പിക്കുന്നത്. ലോയേഴ്സിന് അക്കാഡമിക്സിൽ പോകാനും അക്കാഡമിഷ്യൻസിന് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ലോ കോളേജിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ഇവർ മിക്കവാറും നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ആയിരുന്നിരിക്കും ടീച്ചേഴ്സ്. അപ്പം അവർ LLM PhD ഒക്കെ എടുത്തിട്ട് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പറയും, ഈ കോടതിയുടെ പരിസരത്തൊന്നും പോകരുത്, വെരി ഡേഞ്ചർ ഏരിയ, നിൻ്റെ ലൈഫ് സേഫ് ആക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ആ നെറ്റും ഒക്കെ പാസ്സായി ഒരു PhD ഒക്കെ എടുത്ത് എങ്ങനെയെങ്കിലും ഇതിൽ വന്നോളൂ എന്ന ആറ്റിറ്റ്യൂഡായിരിക്കണം ബേസിക്കലി. എനിക്ക് എൻ്റെ ഒരു തോന്നലാണ്. പകരം ലോയർ ആണെന്നുണ്ടെങ്കിൽ പറയും, മാല ഒന്ന് വി വിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് വിത്ത് അവർ ഹാൻഡ് എന്ന നിലയിൽ സംസാരിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ ലോയേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ പ്രൊഫഷണൽ സപ്പോർട്ട് ഈ ലീഗൽ എയ്ഡ് സെൻറ്ററിന് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ, ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്യുന്നു, അവൻ്റെ അടുത്തൊരു പ്രശ്നം വന്ന് ഒരാൾ വന്ന് പറയണം എന്നുണ്ടെങ്കിൽ അവനൊരു ബാക്കിംഗ് ഉണ്ടാവണം. ബാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ടീം ഓഫ് മെൻറ്റേഴ്സ് ഷുഡ് വർക്ക്. അതിനൊരു സപ്പോർട്ട് ഉണ്ടാവണം. അവൻ്റെ പ്രശ്നം ഇത് കേട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് ഉത്തരം പറയാനൊന്നും ആർക്കും ഒരു ബാധ്യതയില്ല. ആ പ്രശ്നം കേട്ട് കഴിഞ്ഞ് വെച്ചാൽ അവൻ്റെ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യണം. മെൻറ്റർ വിൽ ഗൈഡ് ഹിം ടു ലുക്ക് ഇൻ ടു സർട്ടൻ തിങ്സ്. അപ്പോൾ അവൻ ആ ഒരു ബേസിക് റിസർച്ച് നടത്താനായിട്ട് അവൻ ആരംഭിക്കും. അവൻ ആ റിസർച്ചിൻ്റെ ഫലവും മെൻറ്ററുമായിട്ട് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തതിന് ശേഷം ഇയാൾക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കണം. താങ്കൾക്ക് ഇന്ന ഒരു തരത്തിലുള്ളൊരു സ്കീമുണ്ട്, അതിന് ഇന്ന നടപടികളുണ്ട്, ഇന്ന കാര്യങ്ങളാണ്, അത് മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. ഈ ഞാൻ ചെയ്തു തരും എന്ന് പറയുന്നതിൻ്റെ കാരണം എൻ്റെ പിന്നിൽ ആളുള്ളത് കൊണ്ടാണ് അവനത് പറയുന്നത്. അത് കേൾക്കുന്ന ആളുടെയും സംബന്ധിച്ചിടത്തോളം ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇവർ പറയുന്നു, ഇവരുടെ സിസ്റ്റത്തിൻ്റെ പിന്നിൽ ആളുണ്ട്. ആ തരത്തിലുള്ള ഒരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന 3000 crores of rupees അവിടെ ലാപ്സായി പോവില്ല. അല്ലെങ്കിൽ യഥാർത്ഥ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലാത്തവർ ഇത് കൊണ്ടുപോകില്ല. ഇപ്പം ആ പണം ബെനിഫിഷ്യറീസിനെത്തും. 3000 crores is not a small amount. അപ്പം ആ സ്റ്റേക്ക് ഹോൾഡറിന് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന ലോ സ്റ്റുഡൻറ്റിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഏറ്റവും നല്ല മീൻ ആയുഷ്കാലം ഇയാൾക്ക് കിട്ടും. അതൊരു ഭയങ്കര, എല്ലാവരും ശ്രദ്ധിക്കണം കുട്ടികളെ. നിങ്ങൾ മാരിടൈം ലോ പഠിച്ചു. ഇറ്റ്സ് നോട്ട് മാരിടൈം ലോ. മാരിടൈം ലോ അല്ല. അല്ലല്ലേ, ദിസ് ഇസ് നോട്ട് മാരിടൈം. മാരിടൈം ലോ ഇസ് സംതിങ് ഡിഫറെന്റ് ആണ്. അതെ, ഈ ദിസ് ഇസ് സിമ്പിൾ വാട്ട് യു കോൾ അറ്റ് ദ മോസ്റ്റ്. ഇതിനകത്ത് 2 ലോസ് ആപ്ലിക്കബിൾ ആയി ഞാനിപ്പോൾ പറഞ്ഞ സാധനത്തിനകത്ത്. ഒന്ന് കോർപ്പറേറ്റ് ലോ എന്ന് പറയും. അപ്പം കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ. ഇത് അറിയുന്ന ഈ സ്റ്റുഡൻസ് LLB പഠിക്കുന്ന സമയത്ത് അവർക്ക് ഈ കോർപ്പറേറ്റ് ലോ ഉണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആലോചന, ഇദ്ദേഹം ഒരു 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുടെ ഒരു കമ്പനിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. 20 ലക്ഷം രൂപയുടെ കമ്പനി ഉണ്ടാക്കുന്നതിനും 1000 കോടിയുടെ കമ്പനി ഉണ്ടാക്കുന്നതിനും ഒരേ നിയമമാണ് ഇന്ത്യയിലുള്ളത്. അപ്പം ഫ്യൂച്ചറിൽ ഈവൻ ഈ 20 ലക്ഷം രൂപയുടെ കമ്പനി ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് അവന് കോളേജിൽ നിന്ന് തന്നെ അവൻ ആർജിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പുറത്ത് വന്ന് ഹീ ക്യാൻ അഡ്വൈസ് എനി കോർപ്പറേറ്റ്. മനസ്സിലായി. സോ ആ ഓപ്പർച്യൂണിറ്റി ഇവിടെ സംഭവിക്കണം.
അവിടെ സംഭവിക്കുമ്പോൾ എങ്ങനെ ഞങ്ങളുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ലോയർ കംപ്ലീറ്റ് ലോയർ എന്ന് പറയുന്ന ഞങ്ങളുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇറ്റ് വിൽ ഹാപ്പൺ ഇൻ 2 years. ഡോണ്ട് ബി മിസ്റ്റേക്കൺ ദറ്റ് എ കംപ്ലീറ്റ് ലോയർ എന്ന് പറയുന്ന ആള് ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അരച്ചു കലക്കി കുടിച്ച ആളല്ല. അവൻ്റെ എല്ലാ ബില്ലുകളും അവൻ കൃത്യമായി അടയ്ക്കുകയും അവൻ്റെ വീട്ടിൽ ഒരു കാര്യമായ സംഖ്യ വീട്ടിൽ കൊടുക്കുകയും ചെയ്യാൻ ശേഷിയുള്ള ഒരാളിനെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ് ലോയർ. ഞങ്ങളുടെ ഭാഷയെ പറയാം, ഞാനിപ്പം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന, അതായത് ചില ആൾക്കാർ ഫുഡി എന്ന് പറയും. ഞാൻ ഭയങ്കര ഫുഡിയാന്ന് പറയും. വലിച്ചു വാരി തിന്നുന്നവനെയല്ല ഫുഡി എന്ന് പറയുന്നത്, അറിഞ്ഞ് നോക്കി അളന്ന് തിന്നുന്നവനെയും നല്ലത് നോക്കി കഴിക്കുന്നവനെയാണ് യഥാർത്ഥത്തിൽ ഫുഡി എന്ന് പറയുന്നത്. ഡൈനിലേക്ക് കിങ് എന്ന് പറയുന്ന ആളൊക്കെ ഒരു കംപ്ലീറ്റ് ലോയർ പദ്ധതിയാണത്. ബേസിക്കലി ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയുണ്ട്. ലോ കഴിയുമ്പോൾ ഇയാളുടെ മുമ്പിൽ പല ഓപ്പണിങ്സ് ഉണ്ട്. PSC എഴുതാം, പിന്നെ LLM പഠിച്ചിട്ട് ടീച്ചറാവാം, മുൻസിഫ് സെലക്ഷന് പോകാം, ഇങ്ങനെ പല ഓപ്ഷൻസ് ഇയാളുടെ മുമ്പിലുണ്ട്. ഈ ലോയറിങ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഈ ആരും കൈവെക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് എ സപ്പോർട്ട് ഹി കനോട്ട് സസ്റ്റെയിൻ. ആ സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ സപ്പോർട്ടാണ്? ഒന്നുകിൽ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വേണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരം അങ്കിൾ, അതേമാതിരത്തുള്ള ആരെങ്കിലും. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് നെപ്പോട്ടിസം ഇൻ ദ ഫുള്ളസ്റ്റ് സെൻസ്. ഞങ്ങൾക്കൊക്കെ അങ്ങനെ അറിയാമോ? ഞങ്ങളതിനെ മലയാളികൾ പിന്നെ പൊട്ടിക്കിണ്ടെന്നൊക്കെ വിളിക്കും. സാറിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടല്ലോ. കുട്ടികളെ വരട്ടെ പഠിച്ചു വരട്ടെ. പറയും. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് വേണ്ടുന്ന ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈ ട്രെയിനിങ്ങിന് തന്നെ ഒരു മെത്തേഡ് ഉണ്ട്. വളരെ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന 2 കൊല്ലത്തിനുള്ളിൽ ഇയാൾ ചെയ്യേണ്ട കാര്യമില്ല. ജീവിക്കാനായിട്ടുള്ള മാർഗങ്ങൾ, അതായത് നമുക്ക് വേണ്ടുന്ന ലിമിറ്റഡ് ഇൻകമാണ്. ഈ നമ്മളൊരു 3 കൊല്ലം പ്രൊഫഷനിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ യുവർ ജേർണി ഈസ് സുഗമമായ യാത്രയാണ്. ഈ ഫ്ലൈറ്റിൻ്റെയൊക്കെ ടേക്ക് ഓഫ് എന്ന് പറയില്ലേ, ആ ടേക്ക് ഓഫ് പീരീഡിൽ മാത്രമാണ് ഒരു പൈലറ്റിൻ്റെ ഭയങ്കരമായ അസിസ്റ്റൻസോ ഒക്കെ കൊടുക്കുന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പീരിയഡാണ് ഈ പറയുന്ന 2 കൊല്ലം. പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നാൽ മതി. അപ്പം ഈ മെയിൻറ്റെയിൻ ചെയ്ത് അവൻ ഏത് വഴിക്ക് വേണമെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. ഈ 2 കൊല്ലത്തിനിടയിൽ അവന് ഏറ്റവും അധികം കേസ് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുക. അതിന് പല മെത്തേഡ്സും നമുക്ക് ഉപയോഗിക്കാം. ആ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമേ നമുക്ക് കേസുകൾ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് കേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവൻ പഠിക്കാൻ പോകുന്ന കാലം മുതലേ ഇവനിങ്ങനെ സൂക്ഷ്മമായിട്ട് ആൾക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെന്തായി തീരും എന്നുള്ള തരത്തിൽ ഭയങ്കര നെഗറ്റീവ് ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും പൊതുവേ ഉണ്ടാകുക. പക്ഷേ അവിടുത്തെ ഒരാളിൻ്റെ പ്രശ്നം ഇവൻ പരിഹരിച്ചാൽ ഹി ഗെറ്റ്സ് ഹിസ് ഫസ്റ്റ് ക്ലയൻറ്റ്. അപ്പം ഈ ഫസ്റ്റ് ക്ലയൻറ്റിനെ കിട്ടണമെങ്കിൽ അവൻ്റെ ലോക്കൽ നീഡ്സ് ഇവൻ അറിഞ്ഞിരിക്കണം. ഇവിടെ ഇന്ന തരത്തിലുള്ള തർക്കങ്ങളാണ് ഏറ്റവും കൂടുതൽ, ഇന്ന തരത്തിലുള്ള വിഷയമാണ് സ്റ്റേറ്റുമായിട്ട് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിൻ്റെ പരിഹാരത്തിൻ്റെ ഉള്ള നിയമങ്ങളൊക്കെ ഇവൻ പഠിച്ചാൽ, ഫോക്കസ് ചെയ്താൽ ഇവനൊരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റും. അപ്പം അവൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ബില്ലാണല്ലോ പ്രധാനം. എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, നമുക്കൊരു 1,00,000 രൂപ വേണം, അല്ലെങ്കിൽ ഒരു 50,000 രൂപ വേണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് വിചാരിക്കുക. ആ ടാർഗറ്റ് ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ലോക്കൽ നീഡ്സിൽ ഫോക്കസ് ചെയ്യണം, അവിടെ റിസർച്ച് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യണം, അവിടുത്തെ ജനങ്ങളുമായിട്ട് വർക്ക് ചെയ്യണം പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പോൾ ദെൻ യു ക്യാൻ ഗെറ്റ് ദ വർക്ക്. അപ്പം ആ വിഷയങ്ങൾ മാത്രം ഇയാളെ ട്രെയിൻ ചെയ്യുക ഇനീഷ്യലി. അതിൻ്റെ പ്രാക്ടീസ്, മെത്തേഡ്സ്, ഫോംസ്, മറ്റ് കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുക. ഇതാണ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹൈക്കോടതിയിൽ 40,000 കേസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് റിട്ട് ഹർജികളാണ്. ഈ റിട്ട് ഹർജികളിൽ തന്നെ പ്രധാനമായിട്ട് വരുന്നത് മാൻഡമസ് റിട്ട്സ് എന്ന് പറയും. അതായത് ഒരു ഉദ്യോഗസ്ഥനൊരു അധികാരമുണ്ട്, ആ അധികാരം താനൊന്ന് പ്രയോഗിക്കൂ എന്ന നിർദ്ദേശം കൊടുക്കുന്ന തരത്തിലുള്ള റിട്ടിനെയാണ് നമ്മൾ ഈ മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത്. മനസ്സിലായി. ഈ മാൻഡമസ് റിട്ട് ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരാളിനെ കാര്യമായി പഠിപ്പിക്കുകയും മാൻഡമസ് റിട്ട് ജനറേറ്റഡ് ആകുന്ന സ്ഥലത്ത് ഇയാൾ നേരത്തെ വർക്ക് ചെയ്യുകയും ചെയ്താൽ മതി. അയാളുടെ ജീവിതം വളരെ ഈസി ആയിട്ട് അയാൾക്ക് 2 കൊല്ലമോ അല്ലെങ്കിൽ 3 കൊല്ലമോ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും.
മനസ്സിലായി. അപ്പം ആ ഫോക്കസിലാണ് ഞങ്ങളുടെ പ്രോഗ്രാമിനെ സ്ട്രക്ചർ ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളിപ്പം ഷൈൻ പറഞ്ഞ കണക്ക് സ്പേസ് ലോയെ പറ്റിയിട്ട് വി ഡോണ്ട് ട്രെയിൻ ദം ഓൺ സ്പേസ് ലോ, വി ഡോണ്ട് വാണ്ട് ഈവൻ മാരിടൈം ലോ, വി ആർ ഇൻ ടു വെരി വെരി സ്മോൾ പെറ്റി തിങ്സ്, ചെറിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങളാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക സാർ, ഇവിടെ പല എഡ്യൂക്കേഷണൽ സെഗ്മെന്റിലും പിള്ളേർക്കായാലും ശരി സാധാരണക്കാർക്കായാലും ശരി ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന ചോദ്യമാണ് എൻ്റെ പ്രശ്നം. കാരണം LLB പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ പാരൻസിൻ്റെ ചിന്ത, കാരണം നമ്മൾ പോയിട്ടില്ലല്ലോ. സാറിന് അറിയാം, സാർ ഇപ്പം സാറിൻ്റെ കുട്ടികൾക്ക് എങ്ങനെ ഗൈഡ് ചെയ്യണം. പക്ഷെ ഒരു നോർമൽ പാരൻറ്റ്, ഒരു ശരാശരി ഓർഡിനറി പേഴ്സൺ, ഇപ്പോൾ ശരത്തിനെ പോലെ ഉള്ളൊരു പേഴ്സണിൻ്റെ മകൻ നാളെ LLB എടുക്കുന്നു. ശരത്ത് ആകെ കണ്ടിട്ടുള്ളത് കോടതിയിൽ കോട്ടുവിട്ട് പോകുന്ന ജോലിയാണ്. ഇപ്പം ഇതിന് സ്പേസ് ലോ എന്നൊരു ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ മാരിടൈം ലോ ഉണ്ട്, അല്ലെങ്കിൽ സ്പോർട്സ് ലോ ഉണ്ട്, അങ്ങനെ പലത് കോർപ്പറേറ്റ് ലോ ഉണ്ട്. അതേപോലെ തന്നെ ഈ സിവിൽ ലോയറിങ്, ക്രിമിനൽ ലോയറിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറൻസസിനെ പറ്റി ഒന്നും ഈ പാരൻസ് അവെയർ അല്ല. ഒരു സ്കൂളുകളും കുട്ടികൾക്കൊരു കരിയർ ഗൈഡൻസ് കൊടുക്കുമ്പം നീ LLB എടുത്ത് ഇന്ന രീതിയിൽ സ്പേസ് കണ്ടെത്തി പഠിക്കണം എന്ന് പോലും ഗൈഡൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ബിക്കോസ് ഐ എം എൻ ഓർഡിനറി പേഴ്സൺ, നമ്പർ 1. നമ്പർ 2, ഞാൻ കണക്ട് ചെയ്ത് വരുന്നത് ഇനി ഓർഡിനറി ആൾക്കാർ, സാധാരണക്കാർ വക്കീലന്മാരെടുത്ത് അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, സാർ നേരത്തെ ലീഗൽ എയ്ഡ് സെൻറ്ററിനെ പറ്റി പറഞ്ഞു, അത് ഇന്നത്തെ നമ്മുടെ പൂക്കി CM ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ പ്രാവർത്തികത്തിൽ വരട്ടെ അല്ലേ, ജനങ്ങൾക്ക് കൂടുതൽ നീതി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ എൻ്റെ പ്രശ്നം, ഹൗ ക്യാൻ എ കോമൺ മാൻ, വിഷണറിയായ നമ്മളെ മേനോൻ സാർ എൻ്റെ ഒരു വിഷൻ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാം, ഹൗ ക്യാൻ എ കോമൺ മാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് നമുക്ക് വേണ്ട ലോയർ ഇതാണ്. ഇപ്പം ഞാനൊരു സിമ്പിൾ കേസ് പറയാം, ഒരു മാട്രിമോണിയൽ കേസ്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കത്തിലാവുകയാണ്. ഓക്കെ, അത് സാറ് ഒരു ലീഗൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ലോയറിങ് പേഴ്സണാലിറ്റി എന്ന രീതിയിൽ അതിനെ എങ്ങനെയായിരിക്കും സാർ വ്യാഖ്യാനിക്കുന്നത്? ഈ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് എൻ്റെ ഒരു വളരെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. ബിക്കോസ് ഞാനൊരു ആക്സിഡൻ്റൽ മാട്രിമോണിയൽ ലോയറായി മാറിയ ആളാണ്. അപ്പോൾ ഫോർ 9 years ഐ വാസ് ഇൻ ടു മാട്രിമോണിയൽ ജൂറിസ്ഡിക്ഷൻ. അത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കും. അപ്പോൾ അങ്ങനെ ബോറടിക്കുമ്പോൾ ഐ വിൽ ഷിഫ്റ്റ് ടു സംതിങ് എൽസ്. അങ്ങനെയാണ് ഹൈക്കോർട്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു അവസരം വന്ന് അങ്ങനെ ഹൈക്കോർട്ടിലേക്ക് വരുന്നത്. ഈ മാട്രിമോണിയൽ ജൂറിസ്ഡിക്ഷനിൽ ബേസിക് ആയിട്ടുള്ള ഈ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന വാക്ക് ഒന്ന് അനലൈസ് ചെയ്താൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു ഡിസ്പ്യൂട്ട്, ഞാനും ഷൈനും തമ്മിൽ തർക്കമാണ്. ഈ തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ ഒരിക്കലും എന്നോട് ആ വാക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ തർക്ക വിഷയം അതല്ല, തർക്ക വിഷയം വേറെയാണ്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഈ ഇമോഷണൽ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നിരിക്കും. ചില സമയത്ത് ആ പ്രശ്നം അവർക്ക് തന്നെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്തത് എന്ന അതിൻ്റെ യഥാർത്ഥ കാരണം അവർക്ക് തന്നെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത്ര ഡിസ്പാഷനേറ്റായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അത് മനസ്സിലായെന്ന് വരും. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തർക്കമുള്ള മകളോ മകനോ അച്ഛൻ്റെ അടുത്ത് ചെന്ന് വെച്ച് ഈ പരാതി പറയുകയെന്ന് വെച്ചോ, അച്ഛൻ്റെ റെസ്പോൺസ് എന്തോ ആയിരിക്കും എന്നറിയോ? അവൻ്റെ ആ കല്യാണ ആലോചന വന്ന ദിവസം അവൻ ഇട്ടിരുന്ന ഉടുപ്പ് കണ്ടോ, ആ ഉടുപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അച്ഛൻ്റെ പ്രശ്നം വേറെയാണ്. അമ്മാവൻ വന്നാൽ ഹി വാസ് നോട്ട് റെസ്പെക്ട്ഫുൾ ടു മീ. എന്നെ കണ്ടിട്ട് എഴുന്നേറ്റ് നിന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി, അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, അച്ഛൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി ഇത് ഈ ചെറിയ ഒരു വിഷയമാണ്, ആ വിഷയം എന്താണെന്ന് ഇവർക്ക് തന്നെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയവുമായിട്ടാണ്. അല്ല, ഇത് മാത്രമല്ല സാറേ, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ജനങ്ങൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ, പുറത്തോട്ട് ഇറങ്ങിയപ്പോഴൊരു പൂച്ച കുറുക്കിയാണ് അന്നേ ശകുനം പോയി. അപ്പോൾ ഇതുമായിട്ടാണ് ലോയറുടെ അടുത്ത് പോണേ. അപ്പോൾ ലോയറുടെ ഫോക്കസ് എന്താണ്? ഈ മാസത്തെ KSFE-യുടെ പ്രീമിയം അടച്ചിട്ടില്ല, ഇവിടെ ഇങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3-4 വെപ്പൺസ് ഉണ്ടാവും. ആ 4 വെപ്പൺസേ എസെൻഷ്യലി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക. ഫാമിലി കോർട്ടിലൊരെണ്ണം, മെയിൻ്റനൻസിനൊരു മറ്റേ ഒരു 498. അപ്പം ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് വരുന്നത്. അവരുടെ അടുത്ത് റീസൺസ് ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ലോയർ ചിലപ്പം
പിടിച്ചു നിൽക്കണം എന്നില്ല. ഈ വക്കീൽ മോശമാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ കളഞ്ഞേച്ച് പോയെന്ന് വരും. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവർ കളഞ്ഞേച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ KSFE ബില്ല് അടയ്ക്കണം എന്നുള്ളതാണല്ലോ പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കോടതിയിലേക്ക് പോവുകയാണ്. ഈ കോടതിയിൽ ചെല്ലുന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവോഴ്സാണോ, സെക്ഷൻ 13 കുറച്ച് സാധനങ്ങളുണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പരിഗണിക്കത്തുള്ളൂ. അപ്പം അവിടെ ഒരു പർട്ടിക്കുലർ ഇതിലേക്ക് നമ്മൾ വീണ്ടും റിഫ്റ്റ് ചെയ്യുക. ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഇന്ന് വരെ ആരും ചോദിച്ചില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ കോടതിയിൽ നമ്മളിത് ഫയൽ ചെയ്യാണ്. കോടതിയിൽ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ കോടതിയുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ പത്രിക ഫയൽ ചെയ്തോ? ഇപ്പം അത് മെക്കാനിക്കലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ 1986 ഈ ഫാമിലി കോഡ്സ് ആക്ട് ഒക്കെ വന്നപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഫാമിലി കോഡ്സിൻ്റെ പ്രശ്നം എന്താണ്? ഓരോ കോടതിയുടെയും ഓവർ ബേർഡൻഡാണ്. അത്രയധികം മാറ്റേഴ്സാണ് ഓരോ കോടതിയിലും വരുന്നത്. അപ്പം ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അവസാനം വരെയും പലപ്പോഴും ആ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ തർക്കത്തിലായി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പം ഈ ഉത്തരം ഉണ്ടാകേണ്ട ആദ്യത്തെ പോയിന്റ് ലോയറുടെ ഓഫീസിലാണ്. ആ ലോയറുടെ ഓഫീസിൽ പ്രോപ്പർ ക്ലയൻറ്റ് കൗൺസിലിംഗ് നടത്തുകയാണെങ്കിൽ അവിടെ തന്നെ അത് തീരണം. ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കുണ്ട്, ഒരു മീഡിയേഷൻ ടെക്നിക്ക് എന്ന് പറയാം. ആ മീഡിയേഷൻ ടെക്നിക്ക് നിർബന്ധമായി ലോ കോളേജിൽ പഠിപ്പിക്കണം. അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല. ആർബിട്രേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് പഠിപ്പിക്കുന്നില്ല. എനിക്കറിയാവുന്ന ഒരു ലോയറുണ്ട്, UK പോയി ആർബിട്രേഷൻ ഡിഗ്രി അവിടെ പിന്നെ UK പറഞ്ഞു വിട്ടത് ഞാനാ. അതിന്റെ അഹങ്കാരം എനിക്കുണ്ട്. മീഡിയേഷൻ പഠിപ്പിക്കണം. ഇത് പഠിപ്പിക്കണം. നമ്മൾ ലോ കോളേജിൽ പഠിക്കുന്ന സബ്ജക്ട്സ് എല്ലാം ഹിമാലയം കടക്കില്ല. ഹിമാലയം കടക്കുന്നത് ഒരേ ഒരു നിയമമേ ഉള്ളൂ, അത് ആർബിട്രേഷനാണ്. അതിന് കാരണം ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് ഉണ്ടായ ചില ചേഞ്ചസാണ്. ഞാനതിൻ്റെ ഭയങ്കര അക്കാഡമിക് ഭാഗങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്ന് ലോ കോളേജിൽ പഠിപ്പിക്കുന്ന സബ്ജക്ട്സിന് നമ്മുടെ ഹിമാലയം കടന്ന് അപ്പുറത്ത് ചൈനയിൽ വരെ പോലും എത്താൻ പറ്റത്തില്ല. കാര്യം ഇന്ത്യയിലെ ഡിഗ്രികളൊന്നും ചൈനയിൽ പോലും അംഗീകരിക്കുന്നില്ല. അവരുടെ ഡിഗ്രി നമ്മളും അംഗീകരിക്കുന്നില്ല. ഇത് പാകിസ്ഥാനിൽ പോകാൻ പറ്റത്തില്ല, അവിടെ അംഗീകരിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഇവരുമായിട്ടൊക്കെ ട്രേഡ് ഉണ്ട്. അപ്പം ഇവരുമായിട്ട് ട്രേഡ് ഉണ്ടെങ്കിലും നമ്മളുടെ കുട്ടികളെ ആരെയും ഇതിനെക്കുറിച്ചിട്ട് പഠിപ്പിക്കുന്നൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിൽ പൊതുവേ ഉള്ള ഒരു പ്രശ്നം. അതേപോലെ ഐ വിൽ കം ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ റിഗാർഡിങ് ഏത് ലോയറാണ് ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് സാറിൻ്റെ അടുത്ത് അതിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായി ഇവരെ സെൻസിറ്റൈസ് ചെയ്യണം. ഈ ആളുകളെ, ഈ സംസാരിക്കുന്ന ആളുകളെ, ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവരെ സംസാരിക്കാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മാൻ ഇസ് എ റീസണബിൾ മാനാണ് നമ്മൾ. ഞാൻ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വെച്ചോ, അപ്പം എനിക്ക് തന്നെ തോന്നും, എൻ്റെ പൊസിഷൻ അത്ര പോരല്ലോ. പ്രോബബ്ലി ദിസ് വെൻറ്റിങ് ഔട്ട്, അതിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം ലോയേഴ്സിന്. ഈ ലോയേഴ്സ് ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് അതിനെ ക്ലയൻറ്റ്സ് റെസ്പെക്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അവർ മീഡിയേഷൻ ടെക്നിക്സ് പലതുമുണ്ട്. മീഡിയേഷൻ ടെക്നിക്സിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ഉപയോഗിച്ച് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ വി ഷുഡ് ഫിക്സ് ആസ് ടു വാട്ട് ഇസ് ദ പ്രോബ്ലം, ഹൗ ഷുഡ് വി ഡീൽ വിത്ത് ദ പ്രോബ്ലം. ഈ ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ട് മാട്രിമോണിയൽ റിലേഷൻഷിപ്പിൽ, ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. ആ റെഡ് ഫ്ലാഗ്സിന് മാത്രമേ നമ്മൾ കേസിന് പോകുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാവുള്ളൂ. ആൻഡ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ കോടതികളൊക്കെ തുറന്നു വെച്ചിട്ട് ആർക്ക് വേണേലും കേസ് കൊടുക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്നിവിടെ നിലനിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ പറയുന്ന പെൻഡൻസി ഇത്രയധികം കൂടുന്നത്. പകരം തോറ്റു കഴിഞ്ഞാൽ തോക്കുന്ന ആൾ ആ ജഡ്ജി ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ടൈമിന് മണിക്കൂർ വെച്ച് അതിൻ്റെ കോസ്റ്റും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ പകുതി. കോടതിയിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോടതിയിലേക്ക് പോകാവൂ എന്ന ഒരവസ്ഥ ഈ കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാര്യം ഈ നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു മീഡിയേഷനിലൂടെ പറ്റുള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ പല സിറ്റുവേഷൻസിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ബ്രദേഴ്സ് തമ്മിൽ തർക്കം,
ഈ രണ്ട് ബ്രദേഴ്സ് തമ്മിൽ തർക്കം. അവിടെ പാർട്ടീഷന് സൂട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു മീഡിയേഷൻ സെൻറ്ററിൽ വന്നപ്പോൾ ഈ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്തായിരുന്നു അറിയോ? അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ വന്നപ്പോൾ ചേട്ടൻ വന്നപ്പോൾ അനിയൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല. അതാണ് ഈ പാർട്ടീഷൻ സൂട്ടിൻ്റെ ആധാരം. അവൻ എന്നോട് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അന്ന് പെരുമാറി. അവൻ്റെ സംസാരവും അത്ര ശരിയായിരുന്നില്ല. അപ്പോൾ ഇയാൾ പരിചയമുള്ള ഒരു വക്കീലിനെ കണ്ടു. വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വക്കീലിൻ്റെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളേ ഉള്ളൂ. അദ്ദേഹം ഈ ആയുധങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രയോഗിക്കും. ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ എഴുന്നേറ്റ് നിൽക്കാത്ത ക്വസ്റ്റ്യൻ ഒരിടത്തും ക്രോപ്പ് അപ്പ് ചെയ്യില്ല. വർഷങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയേഷനിൽ വന്ന് ഇത് സംസാരിച്ചപ്പം ഇവൻ്റെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ബിഹേവിയറാണ് കാരണമെന്ന് മനസ്സിലായി. അപ്പോൾ അനിയൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞൊരു മാപ്പ് പറഞ്ഞപ്പോൾ അതവിടെ തീർന്നു. ആ പ്രശ്നവും തീർന്നു. വരുന്നുണ്ട് ഇതേ ചേട്ടൻ നല്ല റിച്ചായിരുന്നു. കുറച്ച് പ്രോപ്പർട്ടിയും കൂടെ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ച് സന്തോഷമായിട്ട് അവസാനിച്ചു. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാനായിട്ടുള്ള ഏർലിയസ്റ്റ് പോയിന്റ് ഇസ് ദ ലോയേഴ്സ് ഓഫീസ്. അവിടെ വരുമ്പം ഇതിനെ ബാക്കിയുള്ള ബന്ധുക്കളുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, പൂച്ച കുറുക്കിട്ടതോ എന്നൊക്കെ പറയുന്ന സാധനത്തിനെ അവിടെ ഇത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെൻസിറ്റൈസേഷൻ വേണം. അപ്പം ഈ കേസ് പരാജയപ്പെട്ടാൽ അതിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ വേണം. അത്തരത്തിലുള്ള ചെക്സ് വേണം. സർ, മാത്രമല്ല ഇപ്പം ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് വേറൊരു സിറ്റുവേഷനിൽ ഞാൻ സ്റ്റക്കായ ഒരു കാരണം കോമൺലി ഇന്നിപ്പം ഫ്ലാറ്റ് സിസ്റ്റം ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിലും എല്ലാം. ഇന്ത്യയിൽ നേരത്തെ വന്നു, കേരളത്തിൽ അങ്ങനെ തുടക്ക കാലഘട്ടത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഓരോ ഫ്ലാറ്റ് വാങ്ങിച്ചൊരു വ്യക്തിത്വമാണ് ഞാൻ. അതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഇസ് ലെക്സ് ഇൻസൈറ്റ് ആൻഡ് യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് അഡ്വക്കേറ്റ് ജോൺസൺ ഗോമസ്. സ്റ്റേ ട്യൂൺഡ്. Welcome back. You are in conversation with Advocate Johnson Gomez and this is Lex Insight. Let's continue. Sir, കുറേ കാര്യങ്ങൾ ഒരു സാധാരണക്കാരെന്ന രീതിയിൽ ചോദിക്കാനുണ്ട്. പക്ഷേ ഇതിന് സമയം വളരെ ലിമിറ്റഡ് ആണല്ലോ. ഞാൻ അനുഭവിച്ചൊരു കാര്യം 2008, 2007 കാലഘട്ടങ്ങളിൽ ഫ്ലാറ്റ് ഇങ്ങനെ തകർത്ത് ഫ്ലാറ്റ് ഓണർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലക്ഷറി ആയിരിക്കുന്ന സമയത്ത് ഞാനും പോയി തലവെച്ചു 2 ഫ്ലാറ്റ്. ഒലിവ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയായിട്ടാണ് ഞാൻ സൈൻ ചെയ്തത്. ഒന്ന് കൊച്ചിയിലും ഒന്ന് തിരുവനന്തപുരത്തും 2 ഫ്ലാറ്റ് ബുക്ക് ചെയ്തു. 10 20 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസും കൊടുത്തു. അഡ്വാൻസ് കൊടുത്ത എനിക്ക് പ്രത്യേക സാഹചര്യത്തിൽ തകടം മറിഞ്ഞ് 2010 എല്ലാം പെട്ടിയും കിടക്കുകയൊക്കെ എടുത്ത് രാജ്യം വിടേണ്ട ഒരു അവസ്ഥയാവുന്നു. ഏകദേശം 2012-13 ഏകദേശം 3-4 കൊല്ലമായി. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ലെറ്റർ അയക്കുകയാണ്. ഇവരുടെ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇമെയിലിൽ തന്നിട്ടില്ല. ഇവരെ വിളിക്കുമ്പോൾ ഞാൻ അറിയുന്നത്, കാരണം ഇവരെ അന്ന് പ്രശ്നങ്ങൾ നടന്ന സമയത്ത് എനിക്ക് ഈ ഫ്ലാറ്റ് ഉണ്ടെന്ന് അറിയാവുന്ന എൻ്റെ ബന്ധത്തിലുള്ള ആൾക്കാർ തന്നെ ഇവരെ സമീപിക്കുകയും ഞാൻ ഇങ്ങനെ പ്രശ്നത്തിലാവുകയാണെന്നൊക്കെ പറഞ്ഞത് ബേസിസ് ആവാം. ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യുമ്പം ഇവരെൻ്റെ പ്രോപ്പർട്ടി ഡൈല്യൂട്ട് ചെയ്തു. എൻ്റെ പെർമിഷനില്ല. ഇവരെനിക്ക് എഗ്രിമെൻ്റൊക്കെ തന്നിട്ടാണ് എൻ്റെ ഇന്ന് അഡ്വാൻസ് വാങ്ങിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് അന്നത്തെ കാലത്ത്. ഇവർ പറഞ്ഞ സമയത്തിനൊന്നും എനിക്ക് ഫ്ലാറ്റ് പണി തീർത്ത് തന്നതുമില്ല. നമ്പർ 1. നമ്പർ 2, ഇവരുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. സ്വാഭാവികമായും അന്ന് പ്രതിസന്ധിയിലായ ഞാൻ പ്രഷർ കാരണം എൻ്റെ ഫ്ലാറ്റ് പോയല്ലോ, ഇവർ വേറെ ആർക്കോ കൊടുത്തു, അതും കൊച്ചിയിലെ ഫ്ലാറ്റ്. തിരുവനന്തപുരത്ത് അവിടെ കിടപ്പുണ്ടെന്നോ അതാർക്കും വേണ്ടാത്തതുകൊണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ടും ഞാൻ എഴുതി കൊടുത്ത് ഈ പൈസ റീഫണ്ട് വാങ്ങിക്കുക. ഏകദേശം 5 വർഷത്തോളം കഴിഞ്ഞിട്ട് 10 ലക്ഷം രൂപ 5 വർഷം കിടന്നിട്ട് ഇവർ അതിൽ നിന്നും കൂടെ കമ്മീഷൻ കട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഈ പൈസ തിരിച്ചു തന്നത്. ഒരു ഓർഡിനറി പേഴ്സൺ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട, വിട്ടേരെ എന്ന് പറഞ്ഞ് ഞാൻ ആ കാശും കൈപ്പറ്റി പോവാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് 2 ഫ്ലാറ്റ്, എൻ്റെ അത്രയും വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊന്നും പ്രൊട്ടക്റ്റഡ് ആയില്ല. എന്നെപ്പോലെ അങ്ങനെ എത്ര പേരുണ്ടായിരിക്കും? സാറിന് ഈ കൺസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള നിയമങ്ങളും അതിന് അനുബന്ധമായി 2016 വരെ ഇതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു റെഗുലേറ്ററി ബോഡി കേരളത്തിൽ ഇല്ലായിരുന്നു. ഞാൻ ലേറ്റായി പോയി. 2016 വരെ ഉണ്ടായിരുന്നില്ല.
പക്ഷേ ഇതുപോലെ വളരെ കാര്യമായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ അവർക്ക് ഏതാണ്ട് 63 മുതൽ ഈ ഫ്ലാറ്റ് കൺസ്ട്രക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു. എന്തോ നിയമത്തിൻ്റെ പേര്? റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 2016. അപ്പോൾ ഈ 2016 വരെ ഇന്ത്യയിൽ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടന്നത് ഭയങ്കര ഏറ്റവും നല്ല ബൂമിങ് ഈസി ബിസിനസ്സായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചാൽ മതി, ഒരു നല്ല ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കുക, ആ ഓണറും ഈ പറയുന്ന ബിൽഡറുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക. ഓണറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് 4 ഫ്ലാറ്റ് ഞങ്ങൾ തരും. അപ്പം ആ വിൽക്കാൻ പറ്റാത്ത ഒരു സാധനത്തിന് 4 ഫ്ലാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ആ ലാൻഡ് വാല്യൂവിനെക്കാട്ടിലും വളരെ കൂടിയൊരു സാധനമായിരിക്കും. ഇയാൾക്ക് സംബന്ധിച്ചുള്ള 0 ഇൻവെസ്റ്റ്മെൻറ്റാണ്. ടേക്ക് എ ഫ്ലൈറ്റ് ടു ദുബായ് ഓർ എനി പ്ലേസ് വെയർ NRIs ആർ ദെയർ. അവിടെ ചെല്ലുക, അവിടെ ചെന്ന് നല്ല പടങ്ങളൊക്കെ കാണിക്കുക. ഈ പടങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം അവരുടെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങുക. ഈ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുക. അപ്പോൾ യഥാർത്ഥത്തിൽ വാട്ട് ഈസ് യുവർ നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്? അബ്സല്യൂട്ട്ലി പ്രൊമോട്ടർ ഹാസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 2016 ഈ നിയമം വന്നപ്പോൾ ഇപ്പം ഷൈൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഇരുതല വാളുള്ള ഒരു നിയമമാണ് ഇത്. ഇപ്പം ഷൈൻ സമയത്തിന് ഇതൊക്കെ അടച്ചില്ലെങ്കിൽ യു വിൽ ബി ലയബിൾ. ഈ പണം തിരിച്ച് കിട്ടുന്നതിൻ്റെ കാര്യത്തിനെ സംബന്ധിച്ച് വരുമ്പോൾ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നു വിചാരിച്ചു കൂടിയാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ആ കോൺട്രാക്റ്റിലെ വ്യവസ്ഥ അനുസരിച്ച് പണം സമയത്തിന് കൊടുത്തില്ലെങ്കിൽ യു വിൽ ഓൾസോ ബി ലയബിൾ ഫോർ സർട്ടൻ കോൺസിക്വൻസസ്. ഇങ്ങനെ ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ട് ഇന്ന് നിലവിലുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ സംബന്ധിച്ചിട്ട് ദർ ആർ ലോട്ട് ഓഫ് ഡൗട്ട്സ്. സുപ്രീം കോർട്ട് ഇറ്റ് സെൽഫ് ഹാസ് സെഡ് ദറ്റ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ സംബന്ധിച്ച് ഡൗട്ട്സൊക്കെ ഉള്ള ഒരു സാഹചര്യം. കേരളത്തിൽ വളരെ രസകരമായ വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു റിസർച്ച് സ്റ്റഡിയുടെ ഭാഗമാണ്. ഐ തിങ്ക് ദറ്റ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഈ ഫ്ലാറ്റ്സ് നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ അവകാശം എന്താ ഈ ലാൻഡിനകത്ത്? 100 ഫ്ലാറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 100 അവകാശമാണ് അല്ലേ? അപ്പം ഓരോരുത്തർക്കും 100 അവകാശമല്ലേ? അപ്പോൾ ഈ 100 അവകാശമാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നമുക്ക് 100 അവകാശം ഉണ്ടെങ്കിൽ കെട്ടിടത്തിൽ 100 അവകാശമല്ലേ ഉണ്ട്? അപ്പോൾ 100 അവകാശമാണെന്നുണ്ടെങ്കിൽ ഈ അവസാനം ഈ കെട്ടിടം വരുമ്പോൾ നമുക്ക് എല്ലാ മുറിയിലും നമുക്കൊരു അവകാശമില്ലേ? ഉണ്ട്. അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഉണ്ട്. ആ അങ്ങനെ ഒരു അവകാശമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് കിട്ടും. കേരളത്തിൽ എല്ലാ കെട്ടിടത്തിൻ്റെയും എല്ലാ റിയൽ എസ്റ്റേറ്റ് കെട്ടിടങ്ങളുടെയും അവസ്ഥ ഏതാണ്ട് ഇതാണ്. അതിന് വേണ്ടിയിട്ടൊരു നിയമം ഇവിടെ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് കേരള അപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പ് ആക്ട്. കേരള അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് ആക്ട്. ഞാനൊന്ന് മനസ്സിലായിക്കോട്ടെ. സ്റ്റുഡൻ്റ് ആണ്. നമുക്കൊരു ഭൂമിയിൽ ഒരു 10 നില ബിൽഡിംഗ് ഉണ്ട്. ഈ ഭൂമിയിൽ 10 നില ബിൽഡിങ്ങിൽ ഒരു 100 ഫ്ലാറ്റ് ഉണ്ട്. ഓക്കെ, ഈ 100 ഫ്ലാറ്റിലും എനിക്ക് ആ പ്രോപ്പർട്ടിക്കകത്ത് 100 ഓണർഷിപ്പ് ഉണ്ട്. ഈ 100 ഫ്ലാറ്റ് കെട്ടുമ്പം അതിലും എനിക്ക് 100 അവകാശമുണ്ട്. അപ്പം 100 അവകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കോണറാണ്. എനിക്ക് അടുത്ത ഫ്ലാറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് എന്താണ് തടസ്സം? അതെ, മാന്യന്മാരായ മലയാളികൾ അങ്ങനെ പോയി പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെടാത്തത് ആരുടെയോ പുണ്യപ്രവൃത്തി നോക്കിയാത്തത്. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടൊരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട് കേരളത്തിൽ. ഈ കേരളത്തിൽ ആ സ്റ്റാറ്റ്യൂട്ട് വന്ന 1983 എനിക്കൊന്ന് ഇവിടെ അശോക ഫ്ലാറ്റ്സ് ആയിരിക്കും ആദ്യം ഈ കേരളത്തിൽ കൊച്ചിയിൽ വന്ന 80കളിൽ വന്ന ഒരു സാധനമാണ്. അപ്പം ഈ ആക്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ ആക്ട് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫ്ലാറ്റിനുള്ളിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ഓണർഷിപ്പും വരാന്ത, ലിഫ്റ്റ്, അതേമാതിരത്തുള്ള കാര്യങ്ങളിൽ കോമൺ ഓണർഷിപ്പും ഉണ്ടാവും. അപ്പം അതിന് ഈ പ്രൊമോട്ടർ ഒരു പ്രവൃത്തി ചെയ്യണം. അയാളൊരു ഡിക്ലറേഷൻ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അവരത് ചെയ്തിട്ടില്ല.
ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് മോഡലാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടങ്ങളിലെല്ലാം കാണും. അതാണ്ട് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ നില എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഇപ്പോൾ ആ ഓണറുടെ പേരൊന്നും ഞാൻ പറയണില്ല. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ നില ആണ് നമ്മുടെ കാർ പാർക്കിംഗ് ആയിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. കാറുകളെല്ലാം മേളിൽ കയറി അവിടെ പോയി പാർക്ക് ചെയ്യും എന്നാണ് പടത്തിൽ കാണിക്കുന്നത്. കുറച്ച് നാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് 2 അപ്പാർട്ട്മെൻറ്റുകൾ നിൽക്കുകയാണ്. അത് വിറ്റ് അതിൻ്റെ കാശും വാങ്ങിച്ചു. അപ്പം അപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പ് ആക്ട് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇത് സാധിക്കില്ല. ഈ എൻറ്റയർ സ്ട്രക്ചറിനെ സംബന്ധിച്ചിട്ടുമുള്ള രേഖകൾ നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ പ്രൊമോട്ടർ രജിസ്റ്റർ ചെയ്യണം. അപ്പം അത് ആജീവനാന്തകാലം രേഖയായി അവിടെ ഇരിക്കുകയാണ്. ഇനി ഭാവിയിൽ റീകൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ടത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ നിയമമൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ നമ്മൾ നടപ്പാക്കിയില്ല, ഇന്നും നടപ്പാക്കിയിട്ടില്ല. ഇത് ഞങ്ങളുടെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതൊരു ഈ രസകരമായ ഒരു കാരണമുണ്ട്. നമ്മൾ കോപ്പി അടിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു തമാശ ഞാൻ പണ്ട് ഒരു ഫലിത ബിന്ദുക്കളിൽ എവിടെയുണ്ടോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഈ എന്താണ് പറയുന്നത്, ഫ്രണ്ടിൽ ഒരാളിരുന്ന് ഇതിങ്ങനെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറകെ ഇരിക്കുന്ന ആളിനെ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പേപ്പർ ഒന്നെടുത്ത് കാണിച്ച അയാളുടെ കക്ഷത്തിൻ്റെ താഴെ കൂടെ ആയിരുന്നു ഇത് കാണിച്ചത്. അപ്പം അവസാനം ഈ 2ഓ 3ഓ പുറകെ ഇരുന്നയാൾ ചോദ്യത്തിന് ഉത്തരം ഇന്ന മനുഷ്യൻ്റെ കക്ഷത്തിന് കീഴെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായി. കൈ ചൂണ്ടിക്കാണിച്ചത് അവിടെ ഇരിക്കുന്ന പേപ്പറാണ്. പേപ്പർ കണ്ടില്ല. അപ്പൊ കക്ഷത്തിന് താഴെ ഞങ്ങളുടെ തലമുറ മാറിയപ്പോ കക്ഷത്തിന് താഴെ. ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കേരളത്തിൽ ഈ ഇതേ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 100-ലൊന്ന് അവകാശമുള്ള കെട്ടിടങ്ങൾ പണിയാനായിട്ട് തുടങ്ങുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആരെങ്കിലും ഇത് കൂടുതലായി നടക്കുന്ന സ്ഥലത്ത് വിട്ടിട്ടുണ്ടാവണം. ആ മനുഷ്യൻ ഇവിടുന്ന് അവിടെ പോയിട്ടുണ്ടാവണം. അത് മഹാരാഷ്ട്രയിലായിരിക്കും. മഹാരാഷ്ട്രയിൽ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഫ്ലാറ്റിൻ്റെ മേളിൽ വേറൊരു ഫ്ലാറ്റ് വേണം, അതിനുള്ള നിയമം വേണം. ശരി, എങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പ് ആക്ട്, മഹാരാഷ്ട്ര അപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പ് ആക്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കൊണ്ടുപോകുമ്പോൾ അവർ പറഞ്ഞു, ഇത് നേരത്തെ ഉള്ള നിയമത്തിൽ നിന്നൊരു ചെറിയ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൽ നിന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയി ആ പ്രസിഡൻറ്റിൻ്റെ നിന്നൊരു പെർമിഷൻ കൂടെ വാങ്ങിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തു. ഇതിനകത്ത് 2 പ്രൊവിഷൻസ് വേറൊരു നിയമത്തിലായിരുന്നു. അത് ഈ കോപ്പി അടിക്കാൻ പോയ ആൾ കോപ്പി അടിച്ചില്ല, ആ തുണ്ട് കിട്ടിയില്ല. അങ്ങനെ ഒരു നിയമം കേരളത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസിക്വൻസിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കെട്ടിടങ്ങളെല്ലാം പൊളിക്കേണ്ടി വരും ഒരു 70 or 80 വർഷം കഴിയുമ്പോൾ. ഇത് പൊളിക്കേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? ഓരോരുത്തരുടെയും അവകാശം എന്താണെന്ന് ഓരോരുത്തർക്കും എഴുതി കൊടുത്തേക്കുന്ന ആധാരങ്ങളിലായിരിക്കുന്നത്. ആരാണെന്നോ ഏതാണെന്നോ ഉടമസ്ഥൻ അന്ന് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. ഓരോ മുറികളും ഒരേ കണക്ക് തന്നെ ആയിരിക്കില്ല, ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഈ ചെറിയ വ്യത്യാസങ്ങൾക്ക് അന്ന് വലിയ വില വ്യത്യാസം ഉണ്ടാവും. അപ്പം ഒരു 70 കൊല്ലം കഴിയുമ്പോൾ ഇവിടുത്തെ കോടതികൾ മുഴുവൻ ഈ തർക്കം നിർണ്ണയിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കൊരു ഡിക്ലറേഷൻ, അതിനകത്ത് ഓരോ ഉടമയുടെയും അപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പ് എത്രയാണ്, അതിൻ്റെ റേഷ്യോ എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ആർക്കും പിന്നീട് തർക്കിക്കാൻ കഴിയില്ല. ആ സംഭവമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് ഇത് നേരിടുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട്. ഞങ്ങൾ എന്തിനാണ് ഇത് സ്റ്റഡി ചെയ്തതെന്നുള്ളതാണ്. സ്റ്റഡി ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സൊസൈറ്റി ഉണ്ട്, സൊസൈറ്റി ഓഫ് കൺസ്ട്രക്ഷൻ ലോ എന്ന് പറയും. ആ സൊസൈറ്റി ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഈ അപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പ് ആക്ട് 40 കൊല്ലമായിട്ട് നടപ്പാകുന്നില്ല. എന്താണിത് നടപ്പാകാത്തതെന്നുള്ള തരത്തിൽ ഞങ്ങളൊന്ന് നോക്കിയിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി വി സ്റ്റാർട്ടഡ് സ്റ്റഡി. ആ സ്റ്റഡിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കിയതാണ് 40 കൊല്ലമായിട്ട് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ഒരു നിയമം
ഇന്ത്യയിൽ അല്ല കേരളത്തിൽ നടപ്പാക്കിയിട്ടേ ഇല്ല. നടപ്പാക്കിയിട്ടില്ലെന്ന് പറയാൻ പാടില്ല, ഒരു പ്രോപ്പർട്ടിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളുടെയൊക്കെ ഒരു എഫേർട്ടിൽ ഇവിടെ ഒരു ഗോൾഡ് ടവർ എന്ന് പറഞ്ഞ ഒരു അവിടെ നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താ പറ്റുമെന്ന് അറിയാമോ? അത് വളരെ രസകരമാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്. ഈ പ്രൊമോട്ടർ ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്താൽ മതി, മനസ്സിലായില്ലേ? ഇവർക്കൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 140 പേര് അല്ലെ 500 പേര് പിന്നെ പോയി ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം, മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഇലയിട്ട് എല്ലാ ഇതും വിളമ്പിയതിന് ശേഷം മാത്രമല്ലേ കല്യാണത്തിന് ആൾക്കാരെ കേട്ടത്തുള്ളൂ. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിനെ അങ്ങ് കയറ്റും. ആളിനെ കയറ്റി കഴിഞ്ഞ് പിന്നെ ഈ ഡിക്ലറേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് ആക്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഫ്ലാറ്റ് ഓണേഴ്സ് ഇല്ലെങ്കിൽ ഇപ്പോൾ NRIs ആണ് കൂടുതൽ ഇവിടെ ഫ്ലാറ്റ് ദുബായ് ബേസ് ചെയ്ത് അവരെല്ലാവരും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ വന്ന് നടപ്പാക്കുക ടെക്നിക്കലി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പം എന്നെ പോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ കരമടയ്ക്കണം, ഇല്ലെങ്കിൽ വീടൊന്ന് ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഈ സാറ് പറഞ്ഞ ഒരു കമ്പനി എൻകോപ്പറേറ്റ് ചെയ്യണം. വീട് ക്ലീനിങ് ഇവിടെ മാറ്റി വയ്ക്കുക, നമ്മൾ ലീഗലി ഇപ്പോൾ എൻകോപ്പറേറ്റ് ചെയ്യണം, ഒരു കമ്പനി എൻകോപ്പറേറ്റ് ചെയ്യണം. അതിന് നമുക്ക് പല പേപ്പർ വർക്ക്സ് നടത്തണം, പല ടാക്സേഷൻസ് വർക്ക് നടക്കണം. കമ്പനി സെക്രട്ടറിയും ഇപ്പോൾ നമ്മളൊരു ലീഗൽ ഓഫീസറുമായിട്ടുള്ള ഡിഫറൻസ് എങ്ങനെയായിരിക്കും സാർ ഒരു ശരാശരി ഒരു സാധാരണക്കാരൻ? ഈ കമ്പനി സെക്രട്ടറീസ് ആർ ബേസിക്കലി ആ കോർപ്പറേറ്റ് ബോഡീസിൻ്റെ കംപ്ലയൻസസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. കോർപ്പറേറ്റ് ബോഡീസ് അതായത് കമ്പനീസിൻ്റെ, പ്രൈവറ്റ് കമ്പനീസും പബ്ലിക് കമ്പനീസിൻ്റെ ഒക്കെ ഇതാണ്. ഈ ബാക്കിയുള്ളവരുടെ കാര്യത്തിന് വരുമ്പോൾ അങ്ങനൊരു പർട്ടിക്കുലർ ഏജൻസി ഇപ്പം ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇവിടെ ലോയേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ജസ്റ്റ് ടു ഗോ ടു കോർട്ട്. ഈ ശരിക്കും പറഞ്ഞാൽ കോടതിക്ക് പുറത്താണ് ഇതിൻ്റെ യഥാർത്ഥ ലോകം നിലനിൽക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം ഈ ലോയർ ഇസ് എ പ്രൊട്ടക്ടർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണ്? എൻ്റെ കയ്യിരിക്കുന്ന പണം വക്കൊടിയാതെ എനിക്ക് തിരിച്ചു കിട്ടണം. ഇത് കൂടിയില്ലേലും കുഴപ്പമില്ല, ഞാൻ ഇട്ടത് തിരിച്ചു കിട്ടണം. എൻ്റെ ജീവിതം ആ ഒരു ഒപ്പിനകത്ത് കുരുങ്ങിപ്പോകരുത്. ഏതാ നമ്മൾ ചില ഒപ്പുകൾ ഇടുമല്ലോ, അതെൻ്റെ ജീവിതം അവസാനത്തെ ഒപ്പാകരുത്. ഭാഗ്യത്തിന് സാർ ഞാനിട്ട ഒപ്പ് അവസാനത്തായില്ല. ഒപ്പുകളെ പറ്റി ഓർമ്മിപ്പിക്കരുത്, ബാക്കി കണ്ടില്ല. ഒപ്പിടുമ്പോൾ സൂക്ഷിക്കുക. അപ്പം ബേസിക്കലി ഈ വക്കീലിൻ്റെ റോള് ആസ് എൻ പ്രൊട്ടക്ടർ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ രാജ്യം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവനെല്ലാം തർക്കം ഉണ്ടാക്കിയിട്ട് കോടതിയിൽ വരട്ടെ എന്ന് വെച്ച് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? വക്കീലിൻ്റെ റോള് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെയാണ്, പ്രിവെൻഷനിലാണ്, അവോയ്ഡൻസിലാണ് അവൻ്റെ റോള്. എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 100 കോടി രൂപയുണ്ട്. ആ 100 കോടി രൂപ എനിക്ക് 100 കോടിയായിട്ട് തന്നെ അവിടെ ഇരിക്കണം. അപ്പം അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നീ എനിക്ക് തരികയാണെങ്കിൽ നിന്റെ കാശ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തരാൻ തയ്യാറാണ്. സാറേ 80% ഇല്ലെങ്കിൽ 60% കൂടുതൽ മലയാളികളും 500 രൂപ പത്രത്തിൽ എഴുതി ഒപ്പിടാനാണ് താല്പര്യപ്പെടുന്നത്. ഈ പത്രത്തിന് യാതൊരു നിയമവിലയില്ലെന്നും ഇത് വെറുതെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എഗ്രിമെന്റ് ആണെന്ന് വക്കീലിനൊരു 10-100 രൂപ അധികം കൊടുത്ത് അല്ലെ ഒരു ഒഫീഷ്യൽ ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് അല്ലെ ഒരു സാധാരണക്കാരൻ. അങ്ങനല്ലേ? ഇപ്പം എനിക്ക് തന്നെ റീസെൻ്റ്ലി ഞാനൊരു റെസ്റ്റോറൻറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു ബിസിനസ് ചെയ്ത് പുള്ളി 8 ലക്ഷം രൂപയായിട്ട് നേരെ ഇവിടെ നിന്ന് വിദേശത്ത് കയറി പോയി. ഞാൻ ഒപ്പിട്ട ഡോക്യുമെൻറ്റും അതിനകത്ത് എൻ്റെ ഷെയറും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ആ ഡോക്യുമെൻറ്റിന് പുല്ല് വിലയാണ്. നേരെ മറിച്ച് അന്ന് ഞാനൊരു ലോയറെ കൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്യിപ്പിച്ചത്. നമ്മൾ പലതും സ്നേഹബന്ധത്തിലിരിക്കും. ഞാൻ പഠിച്ചൊരു കാര്യം, ഇപ്പോൾ സാറ് ഞാൻ സ്നേഹബന്ധത്തിലിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങളും പതുക്കെ പറഞ്ഞാൽ മതി, സാറിന് കേൾക്കാൻ പറ്റും. പതുക്കെ ചോദിച്ചാൽ നമ്മൾ ശത്രുതയെന്ന് വെച്ചോ, പിന്നെ നമ്മളെ ശബ്ദം ഇറങ്ങിപ്പോടാ, മനസ്സിലായില്ലേ, നീ എന്തോ കാണിക്കുന്നത്, സൗണ്ട് ലൗഡ് നോയ്സ് ആയി അല്ലേ? അപ്പം ഈ ലൗഡ് ആവുന്നതിന് മുമ്പ്
സ്നേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിക്കോണേ എന്ന് ലൗഡായിട്ട് പറയുന്ന ഒരു ലോയറുമായിട്ട് നിന്ന് ഇത് അറേഞ്ച്മെന്റിൽ എത്തിയാൽ. അതല്ല, ഇതിനകത്ത് ബേസിക്കലി ദർ ഇസ് എ മാരേജ് ആൻഡ് ഡൈവോഴ്സ് കോൺസെപ്റ്റ് ഇതിനകത്തുണ്ട്. മാരേജിന്റെ സമയത്ത് എല്ലാം സർവത്ര സുന്ദരമാണ്, എവറിത്തിങ് ഇസ് ഗുഡ്. അപ്പം ആ സമയത്ത് വെക്കേണ്ട ബൗണ്ടറീസ് എല്ലാം കറക്റ്റായിട്ട് വെച്ച് എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ഇന്നയാൾ ഇന്നത് ചെയ്യും എന്നുള്ള തരത്തിൽ വളരെ വ്യക്തത ആ സമയത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊരു ഡൈവോഴ്സ് മുന്നിൽ കാണണം. ആ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ മാരേജിന് നമ്മൾ ഒരു ദിവസം മരിക്കും. അത് നമ്മൾ മുന്നിൽ കാണണം. ഇവിടെ പലരും വിചാരിച്ചിരിക്കുന്നവരെല്ലാം ഇമ്മോർട്ടലാണെന്നാ. എനിക്ക് നാടോടിക്കാറ്റ് ഓർമ്മ വന്നു. എന്ത് നല്ല പ്രകൃതിരമണീയമായ ശബ്ദം, ഇവറ്റകൾക്കൊന്നും ഉറക്കില്ല. എനിക്ക് ആ പോയിന്റാണ് സർ. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഇന്ന് കേരളത്തിലെ പുതിയ ഭരണം വരുന്നു. എല്ലാവരും കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അടുത്ത ലെവലിലേക്ക് ഉണ്ടായിട്ടില്ല എന്നല്ല, എല്ലാ ഭരണാധികാരിയും കേരളത്തിൻ്റെ നന്മ തന്നെ പ്രതീക്ഷിക്കുന്നു നമുക്ക് കരുതാം. പക്ഷെ ഒരു ലീഗൽ ഇക്കോസിസ്റ്റം കേരളത്തിൽ വരണമെന്നുണ്ടെങ്കിൽ സാറിൻ്റെ സൊസൈറ്റി ഇപ്പോൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ലോയർ സിസ്റ്റം ബേസ് ചെയ്തിട്ട് എന്തൊക്കെയായിരിക്കും സാറിനൊരു ഗൈഡൻസ് ആയിട്ട് ചിന്തിക്കാനും? എനിക്ക് തോന്നുന്നത് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതായത് ബേസിക്കലി MLAs, പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് will have to connect themselves to these legal aid centers. Wow, that's nice. Legal aid centers should be ഒരു ഫ്യൂച്ചറിലെ ലോ ഫേം ആയിരിക്കണം, ആ നിലയിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കണം. ബ്യൂട്ടിഫുൾ. ആൻഡ് ദിസ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് വെരി എഫിഷ്യൻറ്റ് മെൻറ്റേഴ്സ്. ഈ കണക്ഷനിലൂടെ ഈ കുട്ടികളെ ലെറ്റ് us ഫോക്കസ് അറ്റ് വൺ പോയിന്റ്. വി ആർ ഫോക്കസിങ് അറ്റ് ദ സ്റ്റുഡൻസ് ഓൺലി. അവരുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് ആലോചിച്ചാൽ ഫ്യൂച്ചർ ഈ ബാക്കിയെല്ലാം ബൈ പ്രോഡക്ട്സാണ്. MLAയുടെ ഫേസ് ലിഫ്റ്റഡ് ആവും. ആ ജനങ്ങൾ, ഇയാളെ അപ്രോച്ച് ചെയ്യുന്ന ജനങ്ങൾ സ്വാഭാവികമായും അവർക്കൊരു റിസൾട്ട് ഉണ്ടാവും. ഷൈൻ ആദ്യം ചോദിച്ച ആ ജസ്റ്റിസ് നീഡില്ലേ, അവിടെ ഓട്ടോമാറ്റിക്കലി നടന്നോളും. ഇനി ഇതിനകത്ത് ഈ ലീഗൽ എയ്ഡിന് സപ്പോർട്ട് ചെയ്യുന്ന മെൻഡർ ലോയേഴ്സ് ഇല്ലേ, ആ മെൻഡർ ലോയേഴ്സിൻ്റെ ഫ്യൂച്ചർ, അവരിപ്പം സീനിയർ അഡ്വക്കേറ്റ് ആകുക അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ ജഡ്ജസായിട്ടൊക്കെ കൺസിഡർ ചെയ്യുക, ആ കാര്യങ്ങൾക്കൊക്കെ ഈ പ്രവർത്തനം കൗണ്ട് ചെയ്യപ്പെടുന്ന പ്രവർത്തനമാണ്. അപ്പം ദേ വിൽ ഓൾസോ ബി ബെനിഫിറ്റഡ്. ലെറ്റ് us ഫോക്കസ് ഓൺ ദ സ്റ്റുഡൻറ്റ്. വൈൽ ഫോക്കസിങ് ഓൺ ദ സ്റ്റുഡൻറ്റ്, ദ സീനിയേഴ്സ് ഇൻട്രസ്റ്റ്, the legal people's representatives interest and the ultimate users interest, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി കവർ ചെയ്യപ്പെടുന്നതാണ്. അപ്പം ലീഗൽ എയ്ഡ് സെൻറ്റേഴ്സിനെ ഫോക്കസ് ചെയ്യണം. അവിടെ ഈ ടീച്ചേഴ്സിനെ ഐദർ വി ഷുഡ് ട്രെയിൻ ദം ഓർ വി ഷുഡ് ഹാവ് ഫാക്കൽറ്റീസ് ഫ്രം ദി ലീഗൽ പ്രൊഫഷനിൽ നിൽക്കുന്ന ഫാക്കൽറ്റീസിനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുവന്ന് അപ്പോയിൻറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ദ ഫ്യൂച്ചർ ഇസ് ഡിഫറെൻറ്റ്. സാറിൻ്റെ സൊസൈറ്റി ഇതിനു വേണ്ടിയുള്ള പ്ലാൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സാർ മാത്രമല്ല, സാർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഷൈനെ, നമ്മളുടെ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം റൈറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ്. പക്ഷെ നമ്മുടെ രാജ്യത്തിന് പ്രധാനം ഡ്യൂട്ടീസാണ്. എന്നിട്ട് സാർ വളരെ കൃത്യമായി എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യം, ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്താൽ യുവർ റൈറ്റ്സ് വിൽ ബി പ്രൊട്ടക്റ്റഡ്. സാർ അതിവിടെ ഒന്ന് വിശദീകരിക്കാം. ഞങ്ങൾ LLM പഠിക്കുന്ന സമയത്ത് we had a professor, his name was Dr. Devidas. അപ്പോൾ ദേവിദാസ് സാറിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ പഠിപ്പിക്കാനായിട്ട് വരുന്ന സമയത്ത്. ഇന്ത്യൻ ഭരണഘടന അത് ഉണ്ടായ ആദ്യത്തെ ദിവസം ഡീറെയിൽ ചെയ്യപ്പെട്ട ഒരു ഭരണഘടനയാണ്. അപ്പോൾ ഒരു അക്കാഡമിക് സെഷനിൽ നമ്മളിതുവരെ കേട്ടിട്ടുള്ള ഒരു സംഗതി അല്ല അത്. അതിൻ്റെ കാരണമായിട്ട് പുള്ളി പറയുന്നതിൻ്റെ ഒരു കാരണം, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ ഫോക്കസ് ഓൺ ദി റൈറ്റ്സ്. റൈറ്റ്സിൽ നിങ്ങളുടെ ഫോക്കസാണ് ഈ പ്രശ്നം. എൻ്റെ അവകാശങ്ങൾ. അതെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഈ തനിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ദെൻ ഓട്ടോമാറ്റിക്കലി ആ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഒരു പ്രൊട്ടക്ടർ വേണം. അതിനൊരു ഇൻസ്പെക്ടറിനെ വെക്കണം. ആ ഇൻസ്പെക്ടറിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേറൊരാളിനെ വെക്കണം. അങ്ങനെ മേളിലോട്ട് വെച്ച് പിന്നെ ഈ കോടതികൾ വന്ന് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് പേര് വേണം. ഒരാൾക്കൊരു അവകാശം ഉണ്ടെങ്കിൽ ആ അവകാശം സംരക്ഷിക്കാനായിട്ടൊരു വലിയ സിസ്റ്റം തന്നെ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് വി ഫോക്കസ് ഓൺ ഡ്യൂട്ടീസ്, ധർമ്മ.
എന്നുള്ളതാണ്. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ആർബിട്രേഷനെ സംബന്ധിച്ച്. ദാറ്റ്സ് നോട്ട് മൈ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്. അപ്പോൾ ഈ ഡ്യൂട്ടീസിനൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട് എന്ന്, ഞാൻ അധ്യാപകനാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്കൊരു ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇസ് ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്റ്റഡ്. ഇഫ് സപ്പോസ് ഹി ഡസൻറ്റ് ഡു ഹിസ് ഡ്യൂട്ടി, പുട്ട് ഹിം ഇൻ ജയിൽ, then the rights of all the students in that class is protected. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് അപ്പം ആർബിട്രേഷൻ്റെ ലോ ഉണ്ടായ സമയത്ത് ഇംഗ്ലീഷ് ആർബിട്രേഷനിൽ ഇത് നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് അവർ പ്രയോഗിച്ചു. then I was saying that an Indian concept is being used by the British for the purpose of ensuring that arbitration works properly. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ arbitrator, if suppose he doesn't perform certain duties provided under section 33 of the English Arbitration Act, അയാളുടെ അവാർഡ് സെറ്റ് അസൈഡ് ചെയ്യാൻ പറ്റും. അവിടെ നോക്കുന്നത് അവൻ ആ ഡ്യൂട്ടി പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഇന്ത്യയിൽ നമ്മൾ റൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മളുടെ പഴയ കൊളോണിയൽ മാസ്റ്റേഴ്സ് ആർ ഫോക്കസിങ് ഓൺ ഡ്യൂട്ടീസ്. അത് സാർ മാത്രമല്ല, ഞാനത് റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഒരു ഫാമിലി ലൈഫ് ആണെങ്കിലും റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഈ പറയുന്ന ധർമ്മം ഞാൻ എൻ്റെ സ്റ്റാഫുകളോട് പറയാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലി വൃത്തിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ സാലറി ഒരു പാക്കേജാണ്. അല്ല, ഇതിനകത്ത് സാറ് ദേവിദാസ് സാറിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയല്ലോ. ഭരണഘടന ഹാസ് ഡീറെയിൽഡ് അക്കോർഡിംഗ് ടു ഹിം, ദെൻ ഹൂ റെസ്റ്റോർഡ് ഇറ്റ്? സുപ്രീം കോർട്ടിൽ നല്ല ബോധ്യങ്ങളുള്ള ജഡ്ജിമാരുണ്ടായതുകൊണ്ട് ദേ ഇൻ്റർപ്രിറ്റഡ് ദ ലോ ഇൻ സച്ച് എ വേ സോ ആസ് ടു സസ്റ്റെയിൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഓൾ ദീസ് ഇയേഴ്സ്. ദാറ്റ് വാസ് ഹിസ് ഒബ്സർവേഷൻ. ആൻഡ് മെനി ഓഫ് മൈ ഫ്രണ്ട്സ് വെയർ ഹാവിങ് പ്രോബ്ലംസ് വിത്ത് ദാറ്റ് കോൺസെപ്റ്റ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിനോട് വിയോജിപ്പുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ആ കാലത്ത് തന്നെ. ഇപ്പം ഞാൻ കോക്രോച്ച് ആന്തം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ച കാര്യമാണ്. കാരണം ഞാൻ ശരാശരി ഓർഡിനറി പേഴ്സൺ എന്ന രീതിയിൽ നമ്മളിത് കാണുന്നുണ്ടല്ലോ. കോക്രോച്ച് ആന്തം, കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റെവല്യൂഷനൊക്കെ ഉണ്ടായി. ഇന്നത്തെ പൂക്കി സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നത്, ഇന്നത്തെ ജെൻസി എന്നൊക്കെ പറയുന്നത് അവർ വേറൊരു ഡയമെൻഷനിലാണ് ചിന്തിക്കുന്നത്. അവരോട് സാറിന് എന്താണ് പറയാറ്? ഈ ബേസിക്കലി ഇന്ത്യക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആ കൊളോണിയൽ പാസ്റ്റിൽ നിന്ന് നമ്മൾ ഇതുവരെയായിട്ടും പുറത്ത് ചാടിയിട്ടില്ല. അപ്പം ദേ ടീച്ച് യു, the universities teach you. Most of the time if you write more, you are recognized. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ഈ PG ഡിപ്ലോമ ഇൻ ആർബിട്രേഷൻ ചെയ്ത സമയത്ത് അവർക്കൊരു പർപ്പസീവ് സ്റ്റഡിയാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. നിന്നെ ഞാൻ ആർബിട്രേറ്റർ ആക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ ഫീസ് മേടിച്ചത്. നീ അതിനപ്പുറം എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ചാൽ ഇവിടുന്ന് സാധിക്കില്ല, വ്യക്തമായി പറയും. ഇവിടുന്ന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ എൻറ്റയർ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല. നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് പഠിച്ചു പോയതുകൊണ്ട് ഒരു 5 സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് സാറന്മാർ നമുക്ക് ധാരാളം മാർക്ക് ഇട്ട് തരും. അപ്പോൾ എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു അസൈൻമെൻറ്റ് വന്നപ്പം ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഗുഡ് റിസർച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബെസ്റ്റ് അസൈൻമെൻറ്റ് ഞാൻ പ്ലേസ് ചെയ്തു എന്ന ആത്മാഭിമാനത്തോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ് റിസൾട്ടിന്. റിസൾട്ട് വന്നപ്പം ഇതിങ്ങനെ ഒരു വെട്ടിയിട്ട് സൈഡിൽ മെൻറ്റ് ഫോർ ക്വീൻസ് കൗൺസിൽ, അതായത് വേറെ വക്കീലന്മാരൊക്കെ ഉണ്ട്, ക്വീൻസ് കൗൺസിൽ, കിങ്സ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കുള്ള എഴുത്താണ് നീ എഴുതിയേക്കുന്നത്. നീ ഒരു വെറും ആർബിട്രേറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ്. ഈ പ്രശ്നം നമുക്കിവിടെ വളരെ സീരിയസ് ആയിട്ടുണ്ട്. യു ആർ ബീങ് പ്രിപ്പയർഡ് ടു ബിക്കം എ ലോയർ. ആൻഡ് ബാർ കൗൺസിലിൻ്റെ ഫോർമാറ്റ് എന്താണ്? ബാർ കൗൺസിലിൻ്റെ ഫോർമാറ്റ് അല്ല, മാൻഡേറ്റ് പ്രിപ്പയർ law students in the practice of law. Practice of law necessarily means non-litigation, litigation, every area. അപ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്യണം. അപ്പം മേനോൻ സാർ പറഞ്ഞ കോൺസെപ്റ്റിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ആവശ്യം. ഡോണ്ട് ടീച്ച് ദം ലോ, help them to assist them to find the law, assist them to interpret the law, train them in the various skills needed for that particular thing. ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഇല്ല. നമ്മളുടെ അടുത്ത് പഠിക്കാൻ പറയുകയാണെങ്കിൽ ഒരു നിയമം, ഉദാഹരണത്തിന് കമ്പനി ലോ,
കമ്പനിയിൽ എൻ്റെ ഒരു ഇൻറ്റേൺ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് എൻ ആൻസർ ആൻഡ് ഐ ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. കമ്പനി ലോ പഠിക്കാൻ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ എന്താണ്? അപ്പം പുള്ളി പറഞ്ഞ ടാക്സ്മാൻ്റെ ഒരു ബുക്കുണ്ട്, 500 പേജേ ഉള്ളൂ, ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം അതാണ് എന്ന് പറഞ്ഞു. ഐ വാസ് ജസ്റ്റ് വണ്ടറിങ് ബിക്കോസ് കമ്പനി ലോ ഇസ് മെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പല ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഡയറക്ടർ ആവാനുള്ള ആളുകൾക്ക്, റെഗുലേറ്റർ ആകാനായിട്ടുള്ള ആൾക്കാർ, ഇതിനകത്ത് ഒരു കൂട്ടർ മാത്രമാണ് വക്കീൽ. മനസ്സിലായി. അതായത് തർക്കം ഉണ്ടാവുന്ന കാലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഗൽ റിഡ്രസലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ അഡ്വക്കേറ്റ് ഉള്ളത്. അയാളെ ഫോക്കസ് ചെയ്ത് എങ്ങനെ ഈ കോളേജിൽ പഠിപ്പിക്കാമെന്ന് ദർ ഇസ് നോ ഫോക്കസ്. അല്ല, എനിക്കൊരു സംശയം സാർ, അതുകൊണ്ടാണ് ഈ BBA LLB, BCom LLB, BA LLB, അതെന്തോ സാർ, അതെങ്ങനെ ആ ഒരു കോക്ടെയിൽ കണക്ഷൻ? കളിയാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാർ കൗൺസിൽ ഇസ് നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് LLB ആൻഡ് ദേ ഫീൽ ദാറ്റ് ഇതും ശ്രമിച്ചോ അതും ശ്രമിച്ചോ, പറ്റുമെങ്കിൽ അതിനകത്ത് രക്ഷപ്പെട്ടോ. വലിയ വിഷയം ഞാനൊന്ന് കയറ്റി വിടും. എന്നെ മോൻ BBA LLB. അല്ല, അവർ നല്ല ഉദ്ദേശത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ ഈസ് ഇൻ്റർ ഡിസിപ്ലിനറി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ലോ ഈസ് ഇൻ്റർ ഡിസിപ്ലിനറി ആയതുകൊണ്ട് തന്നെ ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് കൺസ്ട്രക്ഷൻ ലോ, ഈ കൺസ്ട്രക്ഷൻ ലോ എന്ന് പറയുന്ന സാധനത്തിനകത്ത് certain amount of engineering is necessary, certain amount of valuation is necessary, certain amount of other say contract actൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഞാൻ പറഞ്ഞ് മനസ്സിലായി. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ബാർ കൗൺസിലിൽ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കുന്നതിന് പകരം I think that they took the easy way of saying that all right, you study BSc this thing, അപ്പോൾ നിങ്ങൾ കുറച്ച് സയൻസും പഠിക്കും, കുറച്ച് ഇതും പഠിക്കും, പക്ഷേ ഇറ്റ് റിമെയിൻസ് ആസ് എ മിക്സ്ചർ ആൻഡ് ഇറ്റ് ഡസൻറ്റ് ബിക്കം എ കോമ്പൗണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു LLB പഠിച്ചിട്ട് ഒരു എഞ്ചിനീയറിനെയും കൂടെ അസോസിയേറ്റ് ചെയ്ത് അവൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് ഇവൻ്റെ പണി വൃത്തിയായിട്ട് ചെയ്താൽ പോരെ? എൻ്റെ ചോദ്യം അല്ലല്ലേ, ഇത് ഇന്റർ ഡിസിപ്ലിനറി ആണ്. അവയർനെസ് ഇദ്ദേഹത്തിന് ഇല്ലെന്നുണ്ടെങ്കിൽ ഹി വിൽ ബിക്കം അതിനകത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം EOT, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നിന്നൊരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ EOT എക്സ്റ്റൻഷൻ ഓഫ് ടൈം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ EOT എന്താണെന്ന് ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചാൽ ക്ലയൻറ്റ് അപ്പോൾ എഴുന്നേറ്റ് പോയി കളയും, അടുത്ത വക്കീലിൻ്റെ അടുത്ത് പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദിസ് അവെയർനെസ് ഇസ് ക്വയറ്റ് ഇമ്പോർട്ടൻറ്റ്. അയാൾക്ക് ഈ കേസ് മൊത്തം കാണുന്നത് നമ്മളൊരു സാധാരണ മുനിസിപ്പൽ കോർട്ടിലോ സബ് കോർട്ടിലോ വാദിക്കുന്നത് കണക്ക് ഇതിനെ വാദിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവൻ്റെ 100 കോടി രൂപ ഇസ് അറ്റ് സ്റ്റേക്ക്. ആ 100 കോടി രൂപ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളിൻ്റെ അടുത്ത് ചെന്ന് അവനെ EOT എന്താണെന്ന് പഠിപ്പിച്ചിട്ട് അവൻ നമ്മളെ വക്കാലത്തെടുക്കണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലിറ്റിൽ ടു മച്ച്. അതുകൊണ്ടാണ് നെസസറിലി ഇപ്പം അതിനനുസരിച്ച് ഇപ്പം നിങ്ങൾ എല്ലാ നിയമത്തിൻ്റെയും മാസ്റ്റർ ആവേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ അപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഈ അപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന ഒരു 30 സെക്ഷൻസ് ഉള്ള ആക്ട് ഉണ്ടെങ്കിൽ ഒരു വക്കീലിൻ്റെ ജീവിതം സുരക്ഷിതമാണ്. ഫാമിലി കോർട്ടിൻ്റെ ആക്ടിനും അതേ കണക്ക് 24-26 പ്രൊവിഷനേ ഉള്ളൂ. ആ ഫാമിലി കോർട്ട്സ് ആക്ട് മനസ്സിലാക്കി അതിൻ്റെ കൃത്യമായി പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഹീ ഈസ് റിലവൻറ്റ് ഇൻ ദി സൊസൈറ്റി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? യു ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് the jurisdiction of all the courts and everything, and then you go to one statute that will help your life. ഇതാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാംസിൽ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഇപ്പം ഹൈക്കോടതി, കേരള ഹൈക്കോടതി എന്താണെന്ന് നമ്മളുടെ സിരിയോടൊന്ന് ചോദിച്ചു നോക്കണം. ഇവിടെ സിരി എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ അപ്പോൾ സിരി കൊണ്ട് പറയാൻ തുടങ്ങും. ഈ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ഏറ്റവും പരമോന്നത കോടതിയാണ്. അവർ പ്രധാനമായും റിട്ടുകളാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ കുറച്ച് സിവിൽ, ക്രിമിനൽ ഇതേമാരത്തുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറയും. ഇത് സിരിക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടുന്നത്? ഹൈക്കോടതിൻ്റെ വെബ്സൈറ്റിൽ പോയി അത് വായിക്കുന്നതാണ്.
ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണ് ഹൈക്കോർട്ട് പ്രാക്ടീസ് പഠിപ്പിക്കുക? ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. അപ്പം ഹൈക്കോർട്ടിനെ ഒരു കമ്പ്യൂട്ടറായിട്ട് കണക്കാക്കുക. അവിടെ ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, വിച്ച് സപ്പോർട്ട്സ് ദ കോർ ഫങ്ഷനിങ് ഓഫ് ദി ഹൈക്കോർട്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയാം. അതിൻ്റെ ബിൽഡിങ്, അതിൻ്റെ ബാക്കിയുള്ള ഇതെല്ലാം അതിൻ്റെ ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയറിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം ഈ കുട്ടിക്ക് കൊടുക്കുക. രണ്ടാമത് ഇതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറ്റാത്തത് കാര്യങ്ങളും അത് വെൽ ഡിഫൈൻഡ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് പഠിപ്പിക്കുക. അപ്പം കമ്പ്യൂട്ടറിൻ്റെ 2 പാർട്ടായി. എങ്ങനെ നല്ല ഇൻപുട്സ് കൊടുക്കാം എന്നുകൂടി പഠിപ്പിച്ചാൽ മതി. ഇഫ് യു പുട്ട് ഇൻ ഗാർബേജ് യു ഗെറ്റ് മോർ ഗാർബേജ്. ഇഫ് യു പുട്ട് ഇൻ ഗുഡ് ഇൻപുട്സ് then you get excellent result. അപ്പം let us look at it like that. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ, അവർ ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഹീ നോസ് എല്ലാ കോടതികളും എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഇയാൾക്കൊരു ധാരണയുണ്ട്. ഇയാളൊരു ഡോക്ടറാണ്. ലെറ്റ് us assume that he is a doctor. ഇന്ത്യയിൽ എത്ര നിയമമുണ്ടെന്നറിയോ? ഏതാണ്ട് 890 ആക്റ്റീവ് ലോസ് ആർ ദെയർ ഇൻ ഇന്ത്യ. പാർലമെൻറ്റ് പാസ്സാക്കിയ. കേരളത്തിൽ ഏതാണ്ട് ഒരു 600 നിയമങ്ങൾ ആക്റ്റീവായിട്ടുണ്ട്. ഈ നിയമങ്ങൾ മൊത്തം പഠിപ്പിക്കാനായിട്ട് നടക്കാതെ ഈ നിയമങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് പഠിപ്പിക്കുക. അപ്പോൾ ഇയാളൊരു ഡോക്ടറാണ്. ഇയാളുടെ കയ്യിൽ ഇത്രയും ഇൻപുട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പം അയാളുടെ അടുത്ത് ഒരാൾ വന്ന് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയഗ്നോസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാണ്, ഇന്ന നിയമത്തിൻ്റെ പരിധിയിൽ വരും, അതിന് ഇന്ന കോടതിയിലാണ് പോകേണ്ടത്, അതിന് ഇന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണം, ഇന്നതാണ് അതിൻ്റെ ഫീസ്, ലിമിറ്റേഷൻ, എവറിത്തിങ്. ആ തരത്തിലുള്ളൊരു പ്രോപ്പർ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഇയാളെ കൃത്യമായി കോളേജിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സലൻറ്റ് തിങ്. വാട്ട് ഈസ് ദ കറണ്ട് സിലബസ്? The current syllabus look like you study certain laws. ഈ ഒരു ചെറിയ അരുവി അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് മൊത്തം കുടിച്ചു പറ്റിച്ച് വെച്ച് നീ അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറയുന്നതിന് പകരം ഒരു തോണി ഉണ്ടാക്കി അതിലെ കൂടെ നിനക്ക് ഇത് നാവിഗേറ്റ് ചെയ്താൽ മതി. അപ്പം ഇതാണ് ദാറ്റ്സ് ദ ബേസിക് പ്രോബ്ലം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് നോർമൽ പീപ്പിൾ, അതായത് ഓർഡിനറി പേഴ്സൺ, കോമൺ മാൻ മനസ്സിലാക്കുന്നത് പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജി എന്നൊക്കെ പറയുന്നത് പോലെ നീ നിന്റെ പാർട്ടെടുത്ത് വൃത്തിയായിട്ട് പഠിച്ച് അതിൻ്റെ ഇൻപുട്ട് കൊടുത്താൽ ഔട്ട് കിട്ടുമെന്നാണോ സർ ഉദ്ദേശിക്കുന്നത്? ഡെഫിനറ്റ്ലി, ബിക്കോസ് ഇത് പീഡിയാട്രിക്സിൽ പോകുന്നതിന് മുമ്പ് ജനറൽ സ്റ്റഡി ഇസ് ദെയർ. ഉണ്ട് ഓൾറെഡി. യു ഹാവ് ടു സ്റ്റഡി MBBS ക്ലിയർ ചെയ്യണം, ഹൗസ് സർജൻസി ചെയ്യണം. ഞാൻ ആ പോയിന്റിലാണ് പറയുന്നത്. നമ്മൾ LLB പഠിക്കണം. LLB പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന മെത്തേഡ്സ് ഉപയോഗിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചതിന് ശേഷം വി ക്യാൻ സെലക്ട് വൺ ഏരിയ വിച്ച് ഇസ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ യു. ആൻഡ് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക. അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റീസ് ആർ ദർ. അതിനകത്ത് തന്നെ ഇഷ്ടം പോലെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അങ്ങനെ അത്രയും എൻ്റെ അടുത്ത് റേറ്റ് ചെയ്യാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് റേറ്റ് ദറ്റ് lawyering profession opportunity is much more than the conventional things like medicine or engineering. അതിനൊക്കെ വളരെ മേളിലാണ് ഇത് നിൽക്കുന്നത്. സാധാരണ സാറാണ് കോടതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഇവിടെ നമുക്ക് റാപ്പിഡ് ഫയർ ഉണ്ട്. ഞാൻ ചോദിക്കും, സാർ ഉത്തരം പറയും. സോ ദിസ് ഈസ് ഇൻ കോൺവെർസേഷൻ വിത്ത് അഡ്വക്കേറ്റ് ജോൺസൺ ഗോമസ് ആൻഡ് യു ആർ വാച്ചിങ് ലെക്സ് ഇൻസൈറ്റ്. സ്റ്റേ ട്യൂൺഡ്. Welcome back. You are in conversation with Advocate Johnson Gomas and you are watching Lex Insight. Sir, rapid fire ആണ്. ഒരുപാട് വലിച്ചു നീട്ടാതെ ടപ്പേ എന്ന് ആൻസർ പറയണം. അപ്പോൾ ജസ്റ്റിസ് ഓർ സക്സസ്? ജസ്റ്റിസ്. കോർട്ട് റൂം ഓർ ക്ലാസ് റൂം? ക്ലാസ് റൂം. ലോ ഓർ ഹ്യൂമാനിറ്റി? ഹ്യൂമാനിറ്റി. യങ് ലോയേഴ്സ് ടുഡേ, hopeful or distracted? Appears to be distracted. They should be properly guided. One quality every lawyer must have? Pursue truth. One legal reform India urgently needs? Focus on skill development rather than teaching law. Dr. Madhav Menon, in one sentence.
He is the Krishna, and he has created a lot of Arjunas. I believe We should believe in his Bhagavad Gita. ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യും ബിക്കോസ് ഐ ലവ് ഹിം ലൈക്ക് യു. താങ്ക് യു സർ, ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. സാറിൻ്റെ ലൈഫിൽ സാറിനെ റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ് Menon sir. When you think about him, I believe that he is there in your life every now, every then, every second, every moment. Can you explain his golden days and his last days? സാറിൽ എത്തുന്നതിന് മുമ്പ് വേറൊരാൾ എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട്. അത് പറയാതെ പോകുന്നത് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഇൻജസ്റ്റിസ്. ദറ്റ് ഈസ് മൈ സീനിയർ ഇൻ കൊല്ലം, George sir. George Matthew sir was my first guardian angel, and I have wrote an article about that. ഈ ഗോൾഡൻ അവറിൽ, അതായത് ആദ്യത്തെ 2 വർഷം നമ്മളെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ അകപ്പെട്ട സമയത്ത് ഇതേ ഒരു 1,500 റുപ്പീസ് എനിക്ക് മന്ത്ലി തരാൻ തുടങ്ങി. ആ ഡേയ്സിൽ അവിടെ 30ഓളം ആൾക്കാരുണ്ട്. എത്ര പേർക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഹീ സ്റ്റാർട്ടഡ് പേയിങ് മീ ദാറ്റ് 1,500 റുപ്പീസ്. ആ 1,500 റുപ്പീസ് ആണ് കെപ്റ്റ് മീ ഗോയിങ്. ആൻഡ് ആ ജേണി മുമ്പോട്ട് പോയപ്പം മേനോൻ സാറിനെ കണ്ടെത്തുന്നതിന് തൊട്ട് മുമ്പ് ഐ ഗെറ്റ് ബോർഡ് വിത്ത് തിങ്സ് വെരി ഫാസ്റ്റ്. ആൻഡ് ഇനിഷ്യലി ഐ വാസ് ഡൂയിങ് ദിസ് ഫാമിലി matters for some 8 or 9 years. Then I shifted to the High Court. Then the regular type of filing of mandamus writs and things like that. Because നമുക്കങ്ങനെ ഒരു വളരെ enthusiastic ആയിട്ടുള്ള വലിയ ക്ലയൻസ് ഇല്ല. ഭയങ്കര ത്രില്ലിങ് മൊമെൻറ്റ്സ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. And I badly needed a change. Then I deviated. I went to ഇൻ്റർനാഷണൽ കൊമേഴ്സ്യൽ ആർബിട്രേഷൻ പഠിച്ചു കളഞ്ഞാൽ നന്നാവും എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ ചുമ്മാ ഒരു തോട്ടാണല്ലോ. അതിൻ്റെയൊക്കെ പുറമെ പോയി 10 ലക്ഷം 8-10 ലക്ഷം രൂപ അതിന് വേണ്ടിയിട്ട് മുടക്കി. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഇൻ്റർനാഷണൽ കൊമേഴ്സ്യൽ ആർബിട്രേഷൻ ഇസ് എ വെരി ഗുഡ് തിങ്, ബട്ട് യു ഷുഡ് സ്റ്റഡി അറ്റ് ദ ഏർലി ഏജ് ആൻഡ് സ്റ്റാർട്ട് യുവർ കരിയർ ഇൻ എ ജൂറിസ്ഡിക്ഷൻ ലൈക്ക് സിംഗപ്പൂർ ഓർ സംവെയർ ലൈക്ക് ദാറ്റ്, ഓർ അറ്റ്ലീസ്റ്റ് ഇൻ ബോംബെ. ആൻഡ് അങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അതെനിക്ക് കിട്ടിയൊരു അഡ്വൈസ് ഉണ്ട്. ഞാനൊരു വലിയ പ്രഗത്ഭനായ ഒരാളുടെ അടുത്ത് ഞാനൊരു അഡ്വൈസ് ചോദിച്ചു. ഇങ്ങനെയൊക്കെ സംഭവമൊക്കെ ഡിഗ്രിയൊക്കെ സംഘടിപ്പിച്ചു, ഞാൻ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫെലോയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം എനിക്കൊരു കത്തയച്ചു. എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും, ആ മെയിലുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതൊന്ന് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ദാറ്റ് യു ഷുഡ് ഫോക്കസ് ഓൺ റൈറ്റിംഗ് ആർട്ടിക്കിൾസ്, പിയർ റിവ്യൂഡ് പബ്ലിക്കേഷൻസിൽ ഇത് പബ്ലിഷ് ചെയ്യണം. അതേപോലെ തന്നെ ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു സ്പീക്ക്. ആൻഡ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചിട്ട് our first opportunity that we went together, and it appeared to be a disaster for me. Every beginning should be a disaster. Anyhow, but this was an advice that he has given me, and he carefully gave me a third advice. Third advice is that I know that both these things are not easy for you. So start your own society, club or something like that. Find common interest ഉള്ള ആൾക്കാരെ കൂട്ടുക, അവരുമായിട്ട് ചേർന്ന് ഡൂ സം സീരിയസ് സ്റ്റഡി, റിസർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ യു ഷുഡ് ഹാവ് യുവർ ഓൺ പിയർ റിവ്യൂഡ് publications. Then you should have your own this thing. Then since you are the owner, you can definitely speak. അപ്പോൾ ആ ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മളൊരു വളരെ ലോ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഒരു ലോയറിനെ സംബന്ധിച്ചിടത്തോളം ദീസ് ആർ ബിഗ് തിങ്സ് ദാറ്റ് ഈസ് ബീങ് ടോൾഡ്. And references are also very few actually. അതെ, വെരി ഫ്യൂ. There's nothing. അപ്പം ഈ ഒരു പോയിന്റിലാണ് അവർ ഇമെയിൽ എപ്പിസോഡ് ഹാപ്പൻസ് ആൻഡ് you come into the picture. Then Professor Menon comes to our office. He comes and inaugurates our law firm. And we should say Dr. Saroja Dr. Saroja. Oh, she was my teacher. I am finding her.
ഡോക്ടർ സരോജ Wonderful ഭാസ്കർ lady, ടീച്ചർ ഇപ്പോഴും ഞങ്ങളുടെ ഓരോ ആക്ടിവിറ്റിയിൽ ഈവൻ ടുഡേ വി ഹാവ് എ വെബിനാർ വേർ Very inspiring lady. സോ ഷീ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് ആൻഡ് അപ്പോൾ ഇതിനകത്ത് എല്ലാം പിന്നെ ആ ജേർണി സ്റ്റാർട്ട്സ് ദർ. അപ്പോൾ സാറ് ഒരു ദിവസം മേനോൻ സാറിൻ്റെ രസകരമായ 1-2 ഇൻസിഡൻസ് ഞാനിപ്പോൾ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന് 2015-ൽ 2016-ലോ എ ഹൈ പവർ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ടു ലുക്ക് ഇൻ ടു ദി ജസ്റ്റിസ് ശ്രീകൃഷ്ണ, ഇവിടെ കേരള ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. എന്നിട്ട് ആർബിട്രേഷനെ കുറിച്ചിട്ട് പഠിക്കുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ആർബിട്രേഷൻ. അപ്പോൾ ഒരു ദിവസം സാറിനെ കണ്ടപ്പം ഞങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായ സാറിൻ്റെ ഫോളോവേഴ്സ് ആയതുകൊണ്ട് സാർ ഒരു ദിവസം പറഞ്ഞു, ജോൺസൺ, വി ഷുഡ് തിങ്ക് ഓഫ് ഹാവിങ് എ കോൺഫറൻസ് ഇൻ കൊച്ചി. സി, ആർബിട്രേഷൻ ഇസ് ദി വെരി സീരിയസ് ഫോക്കസ് ആൻഡ് യു ഹാവ് സം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഇൻ ആർബിട്രേഷൻ, സോ ലെറ്റ് us convene a conference. And Shine may be remembering that incident. Cochin incident. Yes. And we had an institution called Cochin Institute of International Arbitration. And നമ്മളൊരു കോൺഫറൻസ് പ്ലാൻ ചെയ്യാം. അപ്പോൾ കോൺഫറൻസ് പ്ലാൻ ചെയ്തു. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു കോൺഫറൻസ് നടത്തിയ ഒരു പരിചയമില്ല. ഞാൻ നാട്ടിൽ ഒരു ചെറിയ ബാലജന സഖ്യത്തിൽ ഒരു സമ്മേളനം നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസ്, അതും സ്കൂൾ കാലഘട്ടത്തിലോ മറ്റോ ഉള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. പ്രൊഫസർ മേനോൻ is saying that we should do a conference. Let us restrict it into a half-day conference so that the cost will be less. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം നമ്മൾ വലുതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 day കോൺഫറൻസ് എന്നുള്ള തരത്തിൽ പ്ലാൻ ചെയ്തു. And I consulted my friends in the Chartered Institute of Arbitrators in the India branch, Ratan Singh. He is a senior advocate of Supreme Court. And people, Dr. Manoj Kumar, people like that. അവരൊക്കെ ഞങ്ങളിങ്ങനെ ഒരു കോൺഫറൻസ് നടത്താൻ പ്ലാൻ ചെയ്യുന്നു. Dr. Menon is initiating this. Please help me. We need some faculties. And a few days later, Professor Menon appears again, and he says that Johnson, this is not an ordinary this thing. At the evening, we should have some result for our conference. That's very important. So we need to have rapporteurs. I was just wondering, wow, who is this rapporteur? I later understood that somebody will script all those important points and create a document. Yeah. So, we cannot ask him questions. So, I will go to my back channels and find out what is happening. So, we had a conference in Bolgati. You may be remembering. Yeah. I was also and the part of interesting thing is, the entire arbitration professionals in India, including the head of Chartered Institute of Arbitrators, president, he was also present. His name is Lalit Bhasin. I think that you keep contact with him even now. And this the entire faculties were there in, and Justice Mohammad Mushtaq, he was a judge of now he is the Sikkim High Court Chief Justice. He was inaugurating it. And the interesting thing is that there were very few participants. Very few. But still the entire this thing was filled with professionals. And sir, it's a first time attempt, and you did it in a very great way. Yes. I was also a part of it. But the problem here is, sir, when it comes to arbitration, we already spoke about litigation, we spoke about mediation here. Yeah. But I'm sure that the foreign trades are happening. Now India has signed as a mother of deals. So arbitration is becoming a great focus where the Indian citizens, especially the Keralites,
has interfered into a lot of businesses today. Yes. And arbitration has become a very big part of it. Yes. ഈ ആർബിട്രേഷൻ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ബിസിനസ്മാൻമാരുണ്ട്. അത് എനിക്ക് തർക്കമില്ലാത്തൊരു കാര്യം. സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിൻ്റെ സ്റ്റോറി ഈ ആർബിട്രേഷൻ കൊണ്ട് സാറിന് സഹായിക്കാൻ പറ്റിയതും അയാൾക്കതൊരു തിരിച്ചറിവായതും ഇനി ഉള്ള ജനങ്ങൾ ഈ ആർബിട്രേഷനെ എങ്ങനെ ഉപയോഗിക്കണം ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ എന്ന് സാറിനൊന്ന് വിശദീകരിക്കാൻ പറ്റും? ഞാൻ ഈ ആർബിട്രേഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. അപ്പോൾ ഞാൻ ഒരു മീറ്റിങ്ങിൽ കാഷ്യൂ ബിസിനസ്സിൽ അവരുടെ അതെ കൊല്ലത്തെ ഒരു കാഷ്യൂ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അവരുടെ ഒരു മീറ്റിങ്ങിന് ഞാൻ ഇരിക്കുമ്പം വൺ ഓഫ് ദം, അവരുടെ ഒരു മെമ്പർ ഇങ്ങനെ വന്നിട്ട് ഷോഡ് മീ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് വൺസ് ഐ റെഡ് ഇറ്റ് ഐ ഫൗണ്ട് ദറ്റ് ഇദ്ദേഹത്തിനെതിരായിട്ട് 6 കോടി രൂപ ലയബിലിറ്റി ഫിക്സ് ചെയ്ത് ഒരു ആർബിട്രൽ ട്രിബ്യൂണൽ ന്യൂയോർക്കിലിരുന്ന് ഒരു ആർബിട്രേഷൻ അവാർഡ് പാസ്സാക്കിയിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ന്യൂയോർക്കിലിരുന്നുകൊണ്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഏതോ ഒരു കശുവണ്ടി ഇവിടുന്ന് അയച്ചത് ക്വാളിറ്റി പോരാ എന്നുള്ളതിനെ പറ്റിയിട്ടൊരു തർക്കം ഉന്നയിക്കുകയും അതിൻ്റെ അവാർഡാണ് കയ്യിലിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അവാർഡ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അത് ജില്ലാ കോടതിയിൽ നിന്നുള്ള സമൻസാണ്. കൊല്ലം ജില്ലാ കോടതിയിൽ നിന്ന് ഈ അവാർഡ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമൻസാണ്. അപ്പോൾ ദിസ് വാസ് ദി ഓപ്പണിംഗ് ഫോർ മീ ടു ഫൈൻഡ് ദറ്റ് ദിസ് ആർബിട്രേഷൻ ഇസ് ഗ്ലോബൽ. ആൻഡ് നമ്മുടെ എല്ലാ നിയമങ്ങളും ലോക്കലായി നിൽക്കുമ്പോൾ ആർബിട്രേഷൻ ഇസ് ആക്ച്വലി ഗ്ലോബൽ. അതിനെക്കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയത് അതിൻ്റെ. പിന്നെ ഞങ്ങൾ ഈ ഇതിനെ ചലഞ്ച് ചെയ്തു. ഹി ഗോട്ട് എ സക്സസ്ഫുൾ ഓർഡർ ബിക്കോസ് ഈ ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പാർട്ട് വരുമ്പോൾ ന്യൂയോർക്ക് കൺവെൻഷൻ എന്ന് പറയും. ന്യൂയോർക്ക് കൺവെൻഷൻ നമ്മുടെ നിയമത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പാർട്ട് 2. അപ്പം അതിനകത്തൊരു ചാലഞ്ചൊക്കെ നമ്മൾ നടത്തി. അങ്ങനെ ആ കോടതിയിൽ നിന്ന് നമ്മളന്ന് സക്സസ്ഫുള്ളായിട്ട് രക്ഷപ്പെട്ടു. അതെ, ക്ലയൻറ്റിൻ്റെ ആ ജീവിതത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിങ് പോയിന്റ് വാസ് ഗുഡ്. ബട്ട് ഇതിൻ്റെ മുഴുവൻ കൂടുതൽ കാര്യങ്ങൾ ഡസൻറ്റ് ഹാപ്പൻ ഇൻ mostly happen in Kerala or it happens whenever it is happening ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രീതിയാണ് കാണുന്നത്. സാറേ, ഈ ആർബിട്രേഷൻ അവാർഡ് നമുക്ക് തിരിച്ചങ്ങോട്ടും കൊടുത്തൂടെ? തീർച്ചയായിട്ടും. അതായത് അതിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ന്യൂയോർക്ക് കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു കൺവെൻഷനുണ്ട്. ന്യൂയോർക്ക് കൺവെൻഷനിൽ ഏതാണ്ട് 150ഓളം രാജ്യങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. ഐ തിങ്ക് ദറ്റ് മോർ ദാൻ 150 കൺട്രീസ് ഹാവ് സൈൻഡ് ദിസ്. ആ കൺവെൻഷനിൽ സൈൻ ചെയ്താൽ 2 കാര്യങ്ങളാണ് നമ്മൾ എഗ്രി ചെയ്യുന്നത്. വൺ ഇസ് ദറ്റ് ആർബിട്രേഷൻ എഗ്രിമെൻറ്റ്, അതായത് ആർബിട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസമാണ്. അതായത് പ്രൈവറ്റായിട്ട് നമ്മൾ തന്നെ ഒരു ആർബിട്രേറ്ററെ നിയമിച്ച് നമ്മുടെ തർക്കങ്ങൾ നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണ്. ബിക്കോസ് ബിഗ് ബിസിനസ്സസ് ഡോണ്ട് ലൈക്ക് ടു ഗോ ടു കോർട്ട്. കാരണം അവരുടെ ചില ട്രേഡ് സീക്രട്സ് ഒക്കെ പിറ്റേ ദിവസം ഔട്ടായി പോകും. അതുകൊണ്ട് ഇത് പ്രൈവറ്റായിട്ടും കോൺഫിഡൻഷ്യലായിട്ടും തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ആർബിട്രേഷൻ എഗ്രിമെൻറ്റ്സിനെ റെക്കഗ്നൈസ് ചെയ്യും ഈ രാജ്യങ്ങളെല്ലാം. അതേപോലെ തന്നെ ഏതെങ്കിലും ആർബിട്രേഷൻ അവാർഡ്സ് ഉണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യും. അതുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന അവാർഡ്സ് വി ക്യാൻ എൻഫോഴ്സ് ഇൻ ചൈന, വി ക്യാൻ എൻഫോഴ്സ് ഇൻ പാകിസ്ഥാൻ, ആഫ്രിക്കൻ കൺട്രീസ്. അപ്പം ഈ സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഇത് എൻഫോഴ്സ് ചെയ്യാൻ ബാധ്യസ്ഥരാ. അപ്പം അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇന്ത്യയിൽ നിന്നും നമുക്ക് നിയമം വിദേശത്തേക്ക് കടക്കണമെങ്കിൽ ആർബിട്രേഷൻ മാത്രമേ ഇപ്പം നിലവിൽ കാര്യമായ ഒരു നമ്മളെ സഹായിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഈ എഗ്രിമെൻറ്റുകളിനകത്ത് പ്രോപ്പറായ ആർബിട്രേഷൻ എഗ്രിമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കുക. ഇത് വളരെ നിസ്സാര കാര്യങ്ങളാണ്. ഈ എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് ആർക്കും ഒരു തർക്കവും കാണില്ല. ഇതിന് ശേഷമാണെങ്കിൽ പിന്നെ തർക്കത്തോട് തർക്കം. അതുകൊണ്ട് ഇവിടെയാണ് ലോയേഴ്സിൻ്റെ, കുട്ടികളുടെ അതിനകത്തുള്ള ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യം. താങ്ക് യു സാർ. ഇതൊരു ഡീറ്റെയിൽഡ് കോൺവെർസേഷനായിട്ട് ഇനിയും എപ്പിസോഡ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ടൈം വളരെ ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് ടൈമിനകത്ത് നമ്മൾ മാക്സിമം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, ഈ എപ്പിസോഡ് എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. കാരണം ഡോക്ടർ NR മാധവ മേനോൻ സാറും
സാറുമായിട്ടുള്ള ബോണ്ട് എന്താണെന്നറിയാം. ഇത് പുള്ളിയുടെ ഒരു വിഷന് വേണ്ടിയുള്ളൊരു ട്രിബ്യൂട്ടാണ്. ആ വിഷൻ പ്രാവർത്തികമാവട്ടെ. വരുന്ന മിനിസ്ട്രി കേരളത്തിൻ്റെ എക്കോസിസ്റ്റം, അതായത് ലീഗൽ എക്കോസിസ്റ്റം കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ഭാഗമാവട്ടെ. സാറിൻ്റെ സൊസൈറ്റി അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു റീസൺ ആവട്ടെ. വരുന്ന തലമുറയ്ക്ക് നമ്മൾ ഒരു വഴികാട്ടിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ വിത്ത് മീ ഇൻ ലെക്സ് ഇൻസൈറ്റ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്. Law should never remain confined to courtrooms. It must reach the ordinary citizen, the struggling family, the unheard voice, and the last person standing silently in the society. Because justice becomes meaningful only when it becomes accessible. This was Lex Inside with Advocate Johnson Gomez, and I am Nalan Shine. See you in the next conversation. Bye-bye.